أنا العبد السقيم من الخطايا وقد أقبلت ألتمس الطبيبا. أنا العبد الشريد ظلمت نفسي وقد وافيت بابكم منيبا. أنا العبد الشريد ظلمت نفسي وقد وافيت بابكم منيبا. أنا العبد الذي كسب الذنوب وصدته الأماني أن يتوب. أنا العبد السقيم من الخطايا وقد أقبلت ألتمس الطبيبا. أنا العبد الشريد ظلمت نفسي وقد وافيت بابكم منيبا. أنا العبد الشريد. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه ينيب. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا محمد وعلى آله وصحبه وأزواجه وأولاده وأهل بيته وأتباع سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل حاضر يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا قادر يا شيخ عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خواجة سنجري. ആദരണീയരായ നമ്മുടെ ഉസ്താദ്, ബഹുമാന്യരായ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കർമ്മോത്സുകരായ ഭാരവാഹികളെ, ആദരണീയരായ നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാരെ, ബഹുമാന്യരായ
സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കായ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ഈ സംഗമത്തെ സമ്പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 2013 വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു വിഷയം. കാരണം ഒരു ഭാഗത്ത് 5 നേരം നിസ്കരിക്കുമ്പോഴും സൽക്കർമ്മങ്ങൾ ഭംഗി ചെയ്യുമ്പോഴും, സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരവും റമളാനിലെ നോമ്പും കഅബയിൽ ചെന്നുകൊണ്ടുള്ള ഹജ്ജും ഒക്കെ നിർവഹിക്കുമ്പോഴും അരുതാത്ത, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത തോന്നിവാസങ്ങൾ യാതൊരു വെറുപ്പോ ലജ്ജയോ കൂടാതെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ധാരാളം മുസ്ലിമീങ്ങളെ നമ്മുടെ പരിസരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. പരമാവധി ജീവിതം സൂക്ഷ്മതയോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളൊരു സമ്പൂർണ്ണ മുസ്ലിം ആവുക. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. 5 നേരം നിസ്കരിച്ചാൽ മതി, റമളാനിൽ നോമ്പ് നോറ്റാൽ മതി, സ്വന്തം മേൽവിലാസത്തിന്റെ കൂടെ ഹാജി എന്നുകൂടി എഴുതി ചേർത്താൽ മതി, സ്വർഗം ഉറപ്പായി എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എ മുതൽ Z വരെ കൊണ്ടുവരേണ്ട ഒരു കൂട്ടം നിയമങ്ങളുടെയും തത്വങ്ങളുടെയും സമ്പൂർണമായ ഒരു പേരാണ്. ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആ മൂല്യങ്ങളെ മുഴുവൻ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഒരു അർദ്ധ മുസ്ലിമാണ്, അല്ലെങ്കിൽ നമ്മളൊരു പാർശ്വ മുസ്ലിമാണ്. അതുമല്ലെങ്കിൽ അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത വിധത്തിലുള്ള ഒരു മതവിശ്വാസിയാണ്. റബ്ബ് നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സമ്പൂർണ്ണ മുസ്ലിമാകാനുള്ള ശ്രമങ്ങൾ ഇന്ന് മുതൽ ആരംഭിക്കണം. അപ്പോഴാണ് നമ്മളൊരു ധർമ്മനിഷ്ഠയുള്ള മനുഷ്യനാവുക. പൂർണ്ണ മുസ്ലിമാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ധർമ്മനിഷ്ഠയുള്ള മനുഷ്യനാവുക. അങ്ങനെ ഒരു മുസ്ലിമാകാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ ഇപ്പോഴേ ആരംഭിക്കണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്ന ഒരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഏ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണേ. എ ടു സെറ്റ് നിങ്ങൾ മുസ്ലിമാകണേ. വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ ചവിട്ടടികളെ നിങ്ങൾ പിന്തുടരല്ലേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ കൊണ്ടുവരേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടലാണ്. ഇസ്ലാമിനെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുക. അതുകൊണ്ടല്ലേ ഓരോ നിസ്കാരത്തിലും ദുആഉൽ ഇഫ്തിതാഹില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ദുആഉൽ ഇഫ്തിതാഹ് വെറുതെ ലോകാവസാനം വരെയുള്ള വിശ്വാസി ഉരുവിടാനുള്ളൊരു പ്രാർത്ഥനാ മന്ത്രമല്ല, ഒരു പ്രതിജ്ഞാ വാക്ക് മാത്രമല്ല. അത് അക്ഷരത്തിലും അർത്ഥത്തിലും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു നീയത്ത് തന്നെയാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിങ്ങനെ വെറുതെ ഒരു പാട്ടുപാടം പോലെ പറയാനുള്ളതല്ല.
ഇത് അർത്ഥത്തിലും അക്ഷരത്തിലും ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. ഇന്ന സ്വലാത്തി, തീർച്ചയായും എൻ്റെ നിസ്കാരവും, വനുസുഖീ, എൻ്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം, വമഹയായ, പോരാ എൻ്റെ ജീവിതം തന്നെ, വമമാതി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. ദുആഉൽ ഇഫ്തിതാഹിന്റെ ഹദീസ് വ്യാഖ്യാനിച്ച വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എൻ്റെ ജീവിതം പടച്ച റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാനുള്ളതാണ്. ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരവും അല്ലാഹുവിന്റെ പൊരുത്തത്തിനുള്ളതാണ്. വനുസുഖി, എൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് അനുയോജ്യമായിട്ട് വരേണ്ടതാണ്. വമഹയായ, എൻ്റെ ജീവിതവും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ഗുണകരമായി വരേണ്ടതാണ്. വമമാതി, എൻ്റെ മരണവും പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി സംഭവിക്കേണ്ടതാണ്. നിസ്കാരം മാത്രം പോരാ, സുബ്ഹി നിസ്കാരം എത്രമാത്രം പരിശുദ്ധമായിരുന്നോ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നാം അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലേ? പടച്ച റബ്ബ് പറയാൻ പറഞ്ഞത് മാത്രം പറഞ്ഞില്ലേ? അല്ലാഹു തആല പ്രവർത്തിക്കാൻ പറഞ്ഞത് മാത്രം പ്രവർത്തിച്ചില്ലേ? അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നാം റബ്ബിന്റെ കൂടെയായിരുന്നില്ലേ? മുസ്ലിമേ, ദുഹർ വരെയുള്ള സമയം, സുബ്ഹിയുടെയും ദുഹറിന്റെയും ഇടയിലുള്ള സമയം, ആ സുബ്ഹി നിസ്കാരം പോലെ ജീവിക്കാൻ കഴിഞ്ഞാലാണ് സുബ്ഹി നിസ്കാരം കൊണ്ട് നീ നേടിയ നേട്ടം പൂർണ്ണമാവുക. ദുഹർ വരെയുള്ള ടൈം ഒരു സുബ്ഹി നിസ്കാരം പോലെ, മനസ്സിലായില്ല? സുബ്ഹി നിസ്കാരത്തിൽ അല്ല പറഞ്ഞത് മാത്രം നാം പറഞ്ഞത്, അല്ല പ്രവർത്തിക്കാൻ പറഞ്ഞത് മാത്രമാണ് പ്രവർത്തിച്ചത്. ളുഹർ വരെയുള്ള ടൈം നീ കച്ചവടം ചെയ്യുമ്പോഴായാലും, നീ കൃഷി ചെയ്യുമ്പോഴായാലും, സ്ത്രീകളെ നിങ്ങൾ അടുക്കള ജോലി ചെയ്യുമ്പോഴായാലും, ആ പടച്ചവൻ പറഞ്ഞത് മാത്രം പറയുക, അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് മാത്രം പറയുക, അല്ലാഹു തആല പൊരുത്തപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കുക. 100% അള്ളാന്റെ കൂടെ നിൽക്കുക. ളുഹർ നിസ്കാരം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ ളുഹർ നിസ്കാരം പോലെയാകണം അസ്ർ വരെയുള്ള നമ്മുടെ ജീവിതം. പടച്ചോൻ പറഞ്ഞത് മാത്രം പറയുക, പടച്ച റബ്ബ് പൊരുത്തപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കുക. 100% അള്ളാന്റെ കൂടെ നിൽക്കുക. ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയായാലും പടച്ച റബ്ബിനെ സൂക്ഷിച്ചു ജീവിച്ചു പോവുക. റസൂലുള്ളാഹി 100% പെർഫെക്റ്റ് ആവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നിസ്കാരമുണ്ട്, ഫിത്ന പറച്ചിലുണ്ട്, നിസ്കാരമുണ്ട്, വാട്സപ്പിൽ കയറിയിട്ട് സ്ത്രീകളുമായിട്ട് അല്ലെ അവിഹിത ബന്ധങ്ങളുണ്ട്, ഫേസ്ബുക്കിൽ കയറി, വാട്സപ്പിൽ കയറി. നിസ്കാരം കൃത്യം സുബ്ഹിക്ക് മുമ്പേ പായം പള്ളിയിലെത്തും. വാട്സപ്പ് കൊണ്ടും ഫേസ്ബുക്ക് കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അങ്ങോട്ട് പോകില്ല. 100% അനുകൂലമായ അല്ലെ നമുക്ക് നേടാൻ കഴിയുന്ന എത്രയോ ഉപകാരങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് പ്രവേശിക്കൂല. തോന്നിവാസങ്ങളോടാണ് താല്പര്യം അല്ലെ. നിസ്കാരമുണ്ട്, പലിശ വാങ്ങലുണ്ട്, പലിശ കൊടുക്കലുണ്ട്. നിസ്കാരമുണ്ട്, മാതാപിതാക്കളെ വെറുപ്പിക്കലുണ്ട് അല്ലേ. ഇതാ ധാർമ്മികത തകരുക എന്ന് പറഞ്ഞാല്. സ്വന്തം ഉമ്മാനോട് മരിക്കുന്നവരെ മിണ്ടാത്ത ആജിമാറില്ലേ. പ്രിയപ്പെട്ട ഉമ്മയൊരു കടുങ്കയും ചെയ്തിട്ടില്ല. എന്തോ ഈ ഹാജിയാരുടെ ഭാര്യ പറഞ്ഞു കൊടുത്ത ഫിത്നയിൽ പെട്ടിട്ട് ഹാജിയാര് കുടുങ്ങിപ്പോയതാണ്. പെറ്റ ഉമ്മയോട് മിണ്ടിയില്ല. ഇപ്പോൾ വലിയ നേർച്ച കഴിക്കാറുണ്ട് ഓരോ കൊല്ലവും ഉമ്മാന്റെ പേരിൽ. അല്ലാഹു മഗ്ഫിർ ലഹാ എന്ന് പറയലോടുകൂടെ തന്നെ പൊട്ടിക്കരയാറുണ്ട്. ആലോചിച്ച് നോക്കണം. എടുക്കേണ്ട കാലത്ത് എടുക്കേണ്ട പണി എടുക്കേണ്ട രീതിയിൽ എടുക്കാണ്ട് പിന്നെ ഇങ്ങനെ ഹൂ ഹൂ എന്നാക്കിയിട്ട് കരഞ്ഞിട്ടെന്ത് കൊണ്ടുള്ളത്? നമ്മുടെയൊക്കെ അനുഭവമല്ലത് മുസ്ലിമേ. അതുകൊണ്ട് കേൾക്കുക, ഓരോ നിസ്കാരം നീ അള്ളാഹുവിന്റെ കൂടെ നിന്നുകൊണ്ട് നിർവഹിച്ചില്ലേ? നിസ്കാരത്തിൽ റബ്ബ് പറഞ്ഞത് മാത്രം നീ പറഞ്ഞില്ലേ? സുജൂദ്, ഇഅ്തിദാൽ അല്ലാഹു തആല പ്രവർത്തിക്കാൻ പറഞ്ഞത് മാത്രം നീ പ്രവർത്തിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് ഓരോ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ജീവിതം അതേ രീതിയിൽ നീ ജീവിച്ചു പോയാൽ അപ്പോഴാണ് നീ ഒരു മുസ്ലിമാവുക. ഒന്ന് ശരിക്കും ആലോചിക്കേ.
രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദയം ചെയ്ത് വൈകുന്നേരം പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു പോയ സൂര്യനില്ലേ, ഒരൊറ്റ ദിവസവും പടച്ചിറപ്പിനെ ധിക്കരിക്കാറില്ല. വെളുത്ത വാവ് ദിവസങ്ങളിൽ ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനില്ലേ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാറില്ല. ആകാശത്തിൽ നാം കാണുന്ന അനന്തകോടി നക്ഷത്രങ്ങളില്ലേ, ഒരിക്കൽ പോലും പടച്ചിറപ്പിനെതിരെ പ്രവർത്തിക്കാറില്ല. ഭൂമിയിലും ആകാശത്തിലും മനുഷ്യരല്ലാത്ത ഒട്ടേറെ ജന്തുജാലങ്ങളില്ലേ, സൃഷ്ടിജാലങ്ങളില്ലേ, അവരൊന്നും തന്നെ പടച്ചിറപ്പിനോട് ധിക്കാരം കാട്ടാറില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞില്ലേ, വലഹു അസ്ലമ മൻ ഫിസ്സമാവാതി വല്ലർളി, ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളും അല്ലാഹനെ അനുസരിക്കുന്നു. സൂര്യൻ അനുസരിക്കുന്നു, ചന്ദ്രൻ അനുസരിക്കുന്നു, നക്ഷത്രങ്ങൾ അനുസരിക്കുന്നു, ഭൂമിയിലുള്ള സർവ്വസസ്യലതാദികളും അല്ലാഹനെ അനുസരിക്കുന്നു, പക്ഷിപറവാദികൾ അല്ലാഹനെ അനുസരിക്കുന്നു. അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ മുസ്ലിം. മുസ്ലിം, സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, നക്ഷത്രങ്ങൾ മുസ്ലിമാണ്. ഒരു സെക്കൻഡ് പോലും ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ അകലുന്നില്ല. അവര് പടച്ചിറപ്പിനോട് ധിക്കാരം കാട്ടുന്നില്ല. സബ്ബഹലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി, ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ മനുഷ്യരല്ലാത്ത സൃഷ്ടിജാലങ്ങളും അല്ലാഹുക്ക് തസ്ബീഹ് ചെയ്യുന്നു, വിശുദ്ധ റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മനുഷ്യരല്ലാത്ത സർവവും അല്ലാഹനെ അനുസരിച്ചു നീങ്ങുന്നു, അല്ലേ? ഒരു ബുദ്ധിമുട്ടും സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങൾക്കില്ല, സസ്യലതാദികൾക്കില്ല. ഒക്കെ ശാന്തമായി, സാന്ദ്രമായി, സ്വസ്ഥമായി, സ്വച്ഛന്തമായി മുമ്പോട്ട് പോവുകയാണ്. ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല, ഒക്കെ അള്ളാന്റെ കൂടെ പോവുകയാണ്. പടച്ച റബ്ബിന്റെ, കാരണം അവർക്കൊക്കെ അറിയാം അള്ളാഹു പരിശുദ്ധനാണ്. ഹുവർ റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസ്, അള്ളാഹു തആല പരിശുദ്ധനാണ്. സർവ സൃഷ്ടികളിലും ആ പരിശുദ്ധി കാണാൻ കഴിയും. മനുഷ്യനും നന്നായാലുണ്ടാവും, അല്ലേ? പിരിഞ്ഞു നിൽക്കുന്ന പൂവില പരിശുദ്ധി കാണാം, ഇടഞ്ഞു പോകുന്ന പൊടുവില പരിശുദ്ധി കാണാം. കിഴക്കേ ചക്രവാളത്തിൽ രാവിലെ പ്രത്യക്ഷപ്പെടുന്ന ബാലഭാസ്കരനില്ലേ, സൂര്യനില്ലേ, അള്ളാഹുവിന്റെ ആ പരിശുദ്ധി കാണാം. ചന്ദ്രദിവസത്തിന്റെ ഒന്നാം ദിവസം ആകാശ നീലിമയിൽ പശ്ചിമാമ്പരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ വളപ്പൊട്ട് പോലുള്ള ചന്ദ്രപ്പിറവിയില്ലേ, ക്രസന്റില്ലേ, ഹിലാലില്ലേ, ദിവസങ്ങൾ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ നന്നായി വിപുലമായി വിപുലമായി വികസിച്ചു വരുന്ന ചന്ദ്രനില്ലേ, കാണാൻ നല്ല അഴകല്ലേ. അള്ളാഹുവിന്റെ പരിശുദ്ധി ആ സൃഷ്ടിജാലങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണ് ആ ഓരോ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിലും ആ ഭംഗിയും അതിന്റെ മനോഹാരിതയും അതേ നിലയിൽ കാണാൻ കഴിയുന്നത്? അവയൊക്കെ തന്നെ അള്ളാഹുവിനെ 100% അനുസരിച്ച് നീങ്ങുന്ന സൃഷ്ടിജാലങ്ങളാണ്. മനുഷ്യരിലെത്തുമ്പോഴാണ്, നമ്മളാണെങ്കിലും ജനിച്ചു വീഴുമ്പോ, അല്ലേ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഗൃജുവായ രൂപത്തിൽ അല്ലാഹു നമ്മളെ പടച്ചു, മനോഹരമായ രൂപത്തിൽ പടച്ചു. പ്രത്യക്ഷത്തിൽ നമ്മൾ സുന്ദരന്മാരാണ്, അല്ലേ? പ്രത്യക്ഷത്തിൽ നാം സുന്ദരന്മാരാണ്. ആന്തരികമായിട്ടോ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അല്ലേ? ആന്തരികമായി നാമും ശുദ്ധരാണ്, പ്രത്യക്ഷത്തിലും ശുദ്ധരാണ്, മാനസികമായും ജനിച്ചു വീഴുമ്പോൾ നാം ശുദ്ധരാണ്. പിന്നെന്താ കുഴപ്പമുണ്ടായെന്നറിയോ? പിന്നെ നാം നമ്മുടെ ധാർമ്മികത തകർക്കാൻ തുടങ്ങി. 9 വയസ്സ് മുതലേ വാട്സപ്പും ഫേസ്ബുക്കും, അല്ലേ? അതൊന്നും അതിന്റെ പുറമെ അതൊന്നുമല്ല, അതിന്റെ ലൈവായുള്ള പ്രേമവും ലൈവായുള്ള ലവും. അവിടുന്ന് മേൽപോട്ട് കയറിയിട്ട് എന്തൊക്കെ തോന്നിവാസങ്ങളുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമകൾ വീട്ടാത്ത ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത ഭാര്യമാർ, അല്ലേ? ഇതൊക്കെ ധാർമ്മികത തകർക്കലാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കൂല. മൊറോക്കോക്കാരിയുടെയും ഇന്തോനേഷ്യക്കാരുടെയും ശ്രീലങ്കക്കാരിയുടെയും ഫലസ്തീനിയുടെയും ഒക്കെ ധാർമ്മികതയുടെ തകർച്ച കണ്ടിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന പശ്ചിമേഷ്യയിലെ പ്രവാസിയായ ഭർത്താവ് വിളിച്ചു പറയും, സാഹിദ
വെറുതെ ടൗണിൽ പോകല്ലേ, ആവശ്യത്തിനില്ലാതെ വെറുതെ കറങ്ങാൻ പോകരുത്, അനാവശ്യമായിട്ട് പൈസ ചെലവഴിക്കരുത്. ദീർഘമായ ഉപദേശങ്ങൾ നൽകുന്ന ഭർത്താവിനെ ചതിച്ച് ഭർത്താവിന്റെ സമ്മതം കൂടാതെ ടൗണിൽ കറങ്ങാൻ പോകുന്ന പെണ്ണേ, നീ എല്ലാ ദിവസവും പകൽ സമയത്ത് കാണുന്ന സൂര്യനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ സൂര്യൻ അള്ളാഹുവിനെ ഒരിക്കലും ധിക്കരിക്കാറില്ല. ധിക്കരിച്ചിരുന്നെങ്കിൽ നമുക്ക് പകൽ സമയത്തുള്ള വെളിച്ചം കിട്ടില്ല. രാത്രികാലങ്ങളിൽ വെളുത്ത വാവ് ദിവസങ്ങളിൽ നീ ആകാശത്തിൽ കാണുന്ന ചന്ദ്രനില്ലേ, പടച്ചിറപ്പിനെ ഒരിക്കലും ധിക്കരിക്കാറില്ല. ചന്ദ്രനെങ്ങാനം അള്ളാഹുവിനെ ധിക്കരിച്ചിരുന്നെങ്കിൽ പാൽനിലാവ് വടിഞ്ഞൊടുകുന്ന സുന്ദരങ്ങളായ രാവുകളെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഇല്ല, മനുഷ്യരല്ലാത്ത ഒരു ജീവജാലവും അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കുന്നില്ല. മനുഷ്യന് മാത്രമാണ് ഈ ധിക്കാരത്തിന്റെ സ്വഭാവം. അർഹമുർ-റഹീമീനായ റബ്ബ് ഇനിയെങ്കിലും നമുക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. മുസ്ലിമേ, ഒന്ന് നന്നായി ആലോചിച്ചു നോക്കുക. നീ ആരാണ്? ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒന്നുമില്ലാത്ത പദവിയും പ്രത്യേകമായ ബഹുമാനവും അല്ലാഹു തആല നമുക്ക് വകവെച്ചു തന്നില്ലേ? സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ, അല്ലെങ്കിൽ നോക്കൂ, ഈ ലോകത്തെ മനുഷ്യരെക്കാളേറെ വലിപ്പമുള്ള ആനക്കോ തിമിംഗലത്തിനോ ഒരുപാട് സൃഷ്ടികളില്ലേ? മനുഷ്യരെക്കാളും കായബലമുള്ള, മനുഷ്യരെക്കാളും ശക്തിയുള്ള, മനുഷ്യരെക്കാളും നല്ല ആരോഗ്യമുള്ള ഇഷ്ടം പോലെ ജീവികൾ അള്ളാഹുവിന്റെ പടപ്പുകൾക്കില്ലേ? ഒരൊറ്റ ജീവിക്കും നമുക്കുള്ള പരിഗണന ഉണ്ടോ? വലഖദ് കറംനാ ബനീ ആദം, തീർച്ചയായും മനുഷ്യന്റെ മക്കളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. റെസ്പെക്ട് കിട്ടിയത് നമുക്കാണ്. അള്ളാഹ് ബഹുമാനിച്ചു. നമ്മളെന്താ വേണമെന്നറിയോ? ജന്മം കൊണ്ട് റബ്ബ് തന്ന ഒരു പരിശുദ്ധിയുണ്ട്, അതിനെ കളഞ്ഞു കുളിക്കരുത്. ഓരോ ദിവസവും സൂക്ഷിക്കണം. ഞാൻ ദോഷം ചെയ്യുമ്പോൾ എന്നെ തന്നെയാണ് ഞാൻ കളങ്കപ്പെടുത്തുന്നത്, അല്ലേ? ഓരോ ദോഷം ചെയ്യുമ്പോ എന്താ ഉണ്ടാകുന്നേ? ആഖിറത്തിൽ ശിക്ഷയില്ലാണ്ട് വേറെന്താ ഉസ്താദ് ഉണ്ടാകുന്നേ? അല്ലടോ, ഏതെങ്കിലും അന്യ സ്ത്രീയോട്, അല്ലെങ്കിൽ നീ ഏതെങ്കിലും നീ കാണൽ ഹറാമായ സ്ത്രീയോട് നീ സംസാരിക്കുമ്പോ അതിന് ആഖിറത്തിൽ ഒരു ശിക്ഷ മാത്രമല്ല എഴുതി ചേർക്കപ്പെടുന്നത്. പിന്നെന്താ ഉണ്ടാകുക? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നിന്റെ പരിശുദ്ധിയിലേക്ക് കറുത്ത പുള്ളി വീഴുകയാണ്. നമ്മൾ ദോഷം ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? നമുക്ക് റബ്ബ് തന്നൊരു പരിശുദ്ധിയുണ്ട്, അതിൽ കറുത്ത പുള്ളി വീഴുകയാണ്. ഓരോ ദോഷവും ചെയ്ത് അങ്ങനെ പോകുമ്പോ പുള്ളി വീണ് നമ്മൾ കറുത്തു പോവുകയാണ്. പുറത്തല്ല, ഉള്ളു കറക്കുകയാണ്. അല്ലാഹു തആല നമ്മളൊക്കെ കാക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ദോഷം ചെയ്ത ആളുകളിലെ നമ്മുടെ ഇടയിൽ ഒരു സമാധാനം ഉണ്ടാവൂല. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ദോഷങ്ങൾ ഇങ്ങനെ നിയന്ത്രിച്ച് ചെയ്യാതെ എന്തെങ്കിലും വന്നു പോകുമ്പോ അസ്തഗ്ഫിറുല്ലാഹ്, പറ്റിപ്പോയി, വേണ്ടിയിരുന്നില്ല, ചെയ്തു പോയി. ഏതൊരുത്തനടുത്ത് വന്നപ്പോ എന്തോ രണ്ട് ഫിത്ന പറഞ്ഞു പോയി, ഇടങ്ങേറി ഭയം വന്നോണ്ടാണ്, അല്ലെങ്കിൽ പറയുന്നതായിരുന്നില്ല. അങ്ങനെ ദോഷങ്ങളെ പരമാവധി ശ്രദ്ധിച്ച് ഇശാ കഴിഞ്ഞു, വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും. ഓരോ ദിവസവും നമ്മുടെ ശരീരം എന്ന ആ കടിഞ്ഞാണില്ലാത്ത കുതിരയെ നിയന്ത്രിച്ച് ജീവിച്ച ആളുകൾക്ക് സമാധാനം ഉണ്ടാവും. സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടാവും. TV തുറന്നപ്പോൾ കണ്ണങ്ങേ ഭാഗത്തേക്ക് പറഞ്ഞയച്ചയില്ല, കയ്യിൽ മൊബൈൽ സെറ്റ് എടുത്തിട്ട് ഉച്ചക്ക് ചോറ് തിന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഭർത്താവ് മൂത്ത മകനുമൊക്കെ സേവ് ചെയ്ത് വെച്ച കുറെ സിനിമകളുണ്ട്, കുറെ കോമഡി പ്രോഗ്രാം ഉണ്ട്, ഒന്നിലേക്കും കണ്ണോടിച്ചില്ല. ഏതോ നല്ല 1-2 വാതിന്റെ ഭാഗമുണ്ടായിരുന്നു, വാതിന്റെ ക്ലിപ്പിങ്, അത് കണ്ടുകൊണ്ട് ആ സമയം വിനിയോഗിച്ചു. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഒരു ഹറാമും ചെയ്യാതെ ജീവിച്ച ഫാത്തിമമാരെ, ആയിഷമാരെ, നിങ്ങൾക്കൊരു സമാധാനമില്ലേ നിങ്ങളുടെ കൽബിൽ? നല്ല കാര്യം ചെയ്തപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനുണ്ട്. ദോഷം ചെയ്തെങ്കിലോ അതിന്റെ ആ കാഠിന്യവും അതിന്റെ പ്രയാസവും ദോഷങ്ങൾ ചെയ്തപ്പോഴുണ്ടാകുന്ന സങ്കടം ഈ വാദ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ പലരും ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടാകും.
ഉറപ്പാ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിലയൊക്കെ വയാളിരുന്ന് കേൾക്കാൻ കഴിയാത്ത എന്തെന്നറിയോ, എന്തെല്ലോ തോന്നിയാസം കടിച്ചിട്ട് വന്നിരുന്നല്ലേ ആയത്ത് കേൾക്കുമ്പോ ദേഷ്യം പിടിക്കുക. കാരണം ഓരോ ദോഷവും ചെയ്യുമ്പോ അതിനനുസരിച്ചിട്ട് ചേർത്താമാര് കയറിക്കൂടിയിട്ടുണ്ടാവും. ആയത്ത് കേൾക്കുമ്പോ, ഹദീത്ത് കേൾക്കുമ്പോ, സ്വലാത്തിന്റെ മജ്‌ലിസാകുമ്പോ, വെള്ളിയാഴ്ച രാവാകുമ്പോ, മദ്രസക്കും പള്ളിക്കും വേണ്ടി ഒരു സ്ഥാപനം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ, അതുകൊണ്ടല്ലേ ചില ആള് ഇവിടെ വയലുണ്ടാകും പൈസ 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 പൈസ. എന്ത് പൈസ? എന്തിനായി വയല്? ഒടുക്കത്തെ വയല്, ഹലാക്കിന്റെ വയല്, ഇങ്ങനൊക്കെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്നറിയോ? ബുദ്ധി ഉറച്ച കാലം മുതലേ നീ ദോഷങ്ങൾ ചെയ്തില്ലേ, ആ ഓരോ ദോഷവും നീ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ട്, അത് ശൈത്വാനാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഓരോ ദോഷം ചെയ്യുമ്പോഴും അവന് നിങ്ങളോട് ആഗ്രഹം കൂടുന്നു, സിമ്പതി കൂടുന്നു, താല്പര്യം കൂടുന്നു. ശൈത്വാന്മാര് നിന്റെ ശരീരത്തെ അടക്കി ഭരിക്കാൻ തുടങ്ങുന്നു. ആ ശൈത്താന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവൂല. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ തുടക്കത്തിലേ എനിക്ക് പറയാനുള്ളത്, ദോഷങ്ങളെ കുറക്കാൻ തീരുമാനിക്കണം. എന്നാ ഇൻഷാ അല്ലാഹ് സൂര്യനെ പോലെ ജ്വലിക്കാനും, ചന്ദ്രനെ പോലെ പ്രകാശിക്കാനും, പൂവിനെ പോലെ പുഞ്ചിരിക്കാനും, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെ പോലെ സമാധാനത്തോടെ പ്രയാണം ചെയ്യാനും ഞാൻ വെറുതെ സാഹിത്യം പറയല. ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും സാധിക്കും. കാരണം നാം ആ സൂര്യനെക്കാളും മേലെയാണ്, ചന്ദ്രനെക്കാളും നാം മേലെയാണ്. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ അർശിലേക്ക് പറന്നു പോയ നേതാവല്ലേ നമ്മുടെ നേതാവ്. മനുഷ്യൻ നന്നായാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മളൊക്കെ കേൾക്കാറുള്ളത് പോലെ ജിബ്രീലിനെക്കാളും മേലേക്ക് പറന്നു പോകാനുള്ള, പ്രയാണം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകും. നന്നായാൽ നാം മഹാന്മാരായ മലായിക്കത്തുകളെക്കാളും മേലെയാണ്. മോശമായാലോ നമ്മൾ കേൾക്കാറുള്ള ഒരു ആയത്തില്ലേ, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. വല്ലാത്തൊരു വാക്കാത്. അല്ലാഹു നമ്മളെയൊക്കെ ആ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കട്ടെ. ഒന്ന് ശരിക്കും കേൾക്കണേ. ഉലൈക അല്ലേ, ഉലൈക കൽ അൻആം വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, നരകത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുന്നു. വല്ലാത്ത വാക്ക്, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ധാരാളം ആളുകളെ. ഓരോ ദിവസവും ഓരോ സമയവും നമ്മെ സങ്കടപ്പെടുത്തണം ഈ ആയത്ത്. മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ധാരാളം ആളുകളെ നാം നരകത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു, ഒരുക്കി വെച്ചിരിക്കുന്നു. എന്താ അവർക്കുള്ള മൈനസ് പോയിന്റ്സ്? എന്താ അവർക്കുള്ള കുഴപ്പം? എന്താ അവർക്കുള്ള ബലഹീനത? എന്താണ് അവർക്കുള്ള ദൗർബല്യം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ അവര് മനസ്സിലാക്കുന്നില്ല. നമുക്കുള്ള കുഴപ്പമല്ലേ? കൽബുണ്ട്, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളൂല. നരകത്തെ കുറിച്ചറിയാം, പക്ഷേ ഇപ്പോഴും നരകത്തെ കുറിച്ചുള്ള പൂർണ്ണ വിശ്വാസം കൽബിലില്ല. സ്വർഗത്തെ കുറിച്ചറിയാം അല്ലേ, പക്ഷേ ഇപ്പോഴും സുന്ദരമായ ഒരു സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ ഓളം തല്ലുന്നില്ല. സ്വർഗം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകൂല നമ്മള്. ഇല്ല, അതൊക്കെ ഉണ്ടാവുക പടച്ചോനെ, വെറുതെ ഇങ്ങനെ പറയല്ലേ. ഊട്ടിയും കൊടൈക്കനാലും തൂത്തുക്കുടിയും മാട്ടുപ്പെട്ടിയും മസനഗുഡിയും ഒക്കെ അല്ലേ സ്വർഗത്തിലേക്ക്. അങ്ങനെ ഉണ്ടാവോ? ചില മനുഷ്യന്മാരിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ കാര്യത്തിൽ പോലും ഉണ്ടോ ഒരു ഉറപ്പ്? ഇങ്ങോട്ടൊക്കെ ഉണ്ടോ? ഒരു കലക്ടറുടെ മുമ്പിൽ ഒരു ഫയലുമായിട്ട് പോയി നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഭവ്യതയും താഴ്മയുണ്ട്. അള്ളാന്റെ മുമ്പിലാകുമ്പോ ഉണ്ടോ അത്? ആർക്കോ വേണ്ടിയിട്ട് വേണമെങ്കിൽ നീ സ്വീകരിച്ചോ, അല്ലെങ്കിൽ നീ പോയിട്ട് പണിയെടുക്കുന്നു. അള്ളാനോട് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ഉൾക്കൊള്ളേണ്ടതിനെ അവർ ഉൾക്കൊള്ളുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, കാണേണ്ടതിനെ അവർ കാണുന്നില്ല. അല്ലേ? പോത്തിനുണ്ടോ കൽബ്?
അല്ലേ? അത് ആ കൽബ് കൊണ്ടൊരു ഗുണമില്ല, തിന്നാനേ പറ്റൂ. പോത്തിനുണ്ട് കണ്ണ്, ഒരു ഗുണമില്ല. ഒരു സാമൂഹ്യമായ ഗുണമുണ്ടോ? പോത്തിന്റെ ലൈഫിൽ, പോത്തിന്റെ ഫീൽഡിൽ ആ കണ്ണുകൊണ്ട് പോത്തിന് ഗുണമുണ്ട്. വേറെന്ത് ഗുണമുള്ളത്? കണ്ണുകൊണ്ട് കാണേണ്ടതിനെ കാണേണ്ട പോലെ നാം കാണുന്നില്ല. ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നസ്ബത് വഇലൽ അർളി കൈഫ സുതിഹത്. അല്ലേ? ഇതൊക്കെ കണ്ണുകൊണ്ടുള്ള ധർമ്മമാണ്. ആകാശത്തെ നോക്കി ആലോചിക്കണം, എങ്ങനെയാണ് ഈ ആകാശം മേലെയായത്? സൂര്യൻ എങ്ങനെയാണ് ഇങ്ങനെ കറങ്ങാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത്? കണ്ണുകൊണ്ട് കാണുകയും മനസ്സുകൊണ്ട് ആലോചിക്കുകയും വേണം. രണ്ട് പണി കൊടുക്കുന്നില്ല. വലഹും ആദാനുല്ല യസ്മഊന ബിഹാ, ചെവികളുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നേ ഇല്ല. കണ്ണുണ്ട്, കാണുന്നില്ല. ചെവിയുണ്ട്, കേൾക്കുന്നില്ല. കൽബുണ്ട്, ചിന്തിക്കുന്നില്ല, മനനം ചെയ്യുന്നില്ല. അവരാരാണ്? ഉലൈക കല്ലൻആം, അവര് മൃഗതുല്യരാണ്, മൃഗങ്ങളെ പോലെയാണ്. അല്ല ബൽഹും അളല്, മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞുകൂടാ. കുറുക്കനെ പോലെ, പൂച്ചയെ പോലെ, കഴുതയെ പോലെ എന്ന് പറഞ്ഞുകൂടാ. കാരണം ആ മൃഗങ്ങൾ നമ്മളോട് പ്രതിഷേധം പ്രകടിപ്പിക്കും. കാരണം അവരെല്ലാം അല്ലാഹുവിനെ അനുസരിക്കുന്ന ജീവികളാണ്, പടച്ചിറപ്പിന് ദിക്ർ ചൊല്ലുന്ന ജീവജാലങ്ങളാണ്. നമ്മൾ അങ്ങനെയല്ലല്ലോ. ബൽഹും അളല്, അല്ല അവര് മൃഗങ്ങളെക്കാളും തരം താണവരാണ്. പടച്ചിറപ്പ് ഇനിയെങ്കിലും നമ്മെ ഒന്ന് നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലെയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എത്തിയാൽ നീ ഇരുന്നുകൂടാ, നീ അറച്ചു നിന്ന് പറഞ്ഞുകൂടാ, നീ അലസനായി കൂടാ, നീ കരഞ്ഞുകൊണ്ട് പറയണം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അത് ബുദ്ധിയുടെ മാർഗമാണ്, അത് ചിന്തയുടെ മാർഗമാണ്, അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ മനോഹരമായ രാജപാതയാണ്. അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, അതിൽ ചിന്തയും ബുദ്ധിയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ബേക്കോട്ടായി പോകും, പുറന്തള്ളപ്പെട്ടു പോകും. പടച്ചുറപ്പിന്റെ സഹായം ഇസ്ലാമികമായ ജീവിതത്തിന് എപ്പോഴും ആവശ്യമാണ്. അത് അർഹമുർ റഹീമീനായ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങണം. അല്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ ഗ്രേഡ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇസ്ലാമിന്റെ ഗ്രാഫ്, നമ്മുടെ ഇസ്ലാമിന്റെ ശതമാനം കൂടിക്കൂടി വരണം. അതിന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഖ്ലാസോടെ പറയണം, നമ്മൾ ഉയരണം. ഓരോ ദോഷങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ച് ഒരു ദോഷവും ചെയ്യാത്ത ഒരാളായി മാറിയിട്ട് അന്ന് മരിക്കാൻ കഴിയണം. അങ്ങനെ പോകണം. ഇത് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഇക്കൊല്ലം ദോഷം കൂടുതൽ, അടുത്ത കൊല്ലാകുമ്പോഴോ പിന്നെയും കൂടുതൽ. 10, 55, 60 വയസ്സാകുമ്പോ ഭയങ്കര ശല്യം. മിഞ്ഞാന്നൊരാള്, അയാൾ എല്ലാ വക്തിലും ജമാഅത്തിന്റെ പള്ളിയിൽ ഉണ്ടാകുന്ന ഒരാളാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എല്ലാം കൊണ്ടും അള്ളാഹ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒന്ന് മാത്രം എനിക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടില്ല. എന്തത്? ഓളും ഞാനും ശരിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇബ്ലീസ് പൾസിൽ എവിടെയാ പിടിക്കാന്ന് പറയാൻ കഴിയില്ല, എവിടെയെങ്കിലും പിടിക്കും. ബാക്കിയെല്ലാം ശരിക്കും കേൾക്കണം, എല്ലാം കൊണ്ടും നമ്മൾ നേരെ ഇരിക്കും, പക്ഷെ എവിടെയെങ്കിലും പിടിക്കും. അതെവിടെ ഇരിക്കുന്നത്? ചിലപ്പോ ഓളും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു 10, 55 വയസ്സാകുമ്പോ ഭാര്യക്ക് പൊതുവെ നിർവികാരത, ലൈംഗികമായ മരവിപ്പ് വരും. ചില സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും അല്ല. ഭർത്താവിനാണെങ്കിൽ ലൈംഗികമായ ആഗ്രഹങ്ങൾ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ ആണുങ്ങൾക്ക് കുറയും, പെണ്ണുങ്ങൾക്ക് കൂടും. പരസ്പരം പൊരുത്തപ്പെട്ട് അവിടെയൊക്കെ പരാജയപ്പെട്ടു പോയാൽ ആഹാരം വെള്ളത്തിലാവും. അവിടെ 60 വയസ്സുവരെ വ്യഭിചാരം ശീലിക്കാത്ത ചില ആണുങ്ങള് ഭാര്യ ആർത്തവ വിരാമം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ വ്യഭിചാരം തുടങ്ങും. അതേപോലെ തന്നെ 45 വയസ്സുവരെ അന്യ പുരുഷന്മാരോട് സംസാരിക്കുകയോ സമ്പർക്കപ്പെടുകയോ ചെയ്യാത്ത പെണ്ണ്, ഭർത്താവിന് ലൈംഗികമായ മരവിപ്പ് വന്നു. ചിലപ്പോൾ അങ്ങനെയും വരാം. ഭാര്യ വ്യഭിചാരത്തിലേക്ക് നീങ്ങുന്നു. എവിടെയാണ് ഇബ്ലീസ് പിടിക്കുക എന്ന് പറയാൻ കഴിയില്ല. അത് സ്വയം കണ്ടെത്താൻ കഴിയണം. പോരായ്മ എവിടെയാ? എന്റെ പോരായ്മ എവിടെയാ? എന്റെ വീക്ക്നെസ് എവിടെയാ? എന്റെ ബലഹീനത എവിടെയാ? അത് സ്വയം കണ്ടെത്തണം. അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ 2 സുജൂദിന്റെ ഇടയിൽ ഒരു ദുആ ഇല്ലേ? റബ്ബിഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ, പിന്നെ വർഹംനി, എനിക്ക് റഹ്മത്ത് ചെയ്യണേ. 3 വജ്ബുർനി,
എന്റെ വീഴ്ചകളെ പരിഹരിക്കണേ. അത് വല്ലാത്ത വാക്കാൻ പറയ്. എന്റെ വീഴ്ചകളെ പരിഹരിക്കണേ. അല്ലാഹുവേ, നിനക്കെന്നെ അറിയാലോ. നിസ്കരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവമുണ്ട്. വായ എടുത്താൽ ഞാൻ വല്ലാഹി സുമ്മ വല്ലാഹി കളവ് പറഞ്ഞു പോകും. ഈ വെള്ളക്കുപ്പായിടും, വെള്ള തുണി എടുക്കും. എന്താ ചെയ്യുന്നറിയോ? വല്ലാഹിയോ സുമ്മ വല്ലാഹിയോ അതിന്റെ പിന്നീട് വല്ലാഹിയൊക്കെ അടിക്കും. പക്ഷെ ഇത് ജീവിതത്തിൽ ഉണ്ടാകൂല. ഞാൻ കേൾക്കണേ, ഇത് വലിയ അനർത്ഥം വരും. ഇത് വലിയ അനർത്ഥം വരും. പടച്ച റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, അല്ലാഹുവിനോട് പറയണം, ഈ വീക്ക്നെസ്സിനെ നീ ഒന്ന് പരിഹരിച്ചു തരണേ അല്ലാ. സ്ത്രീകളെ എല്ലാം കൊണ്ടും നേരെയാകും. ഇതിനിടെ ഞാനൊരു അമുസ്ലിമിന്റെ കൂടെ പോയി താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ കുറിച്ചിട്ട് തൊട്ടടുത്ത വീട്ടുകാരനോട്, അവരറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കൂടെ താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ, വേറൊരു ആവശ്യത്തിന് അടുത്തൊരു വീട്ടിൽ പോയപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയാ ആ പെണ്ണിന്റെ അവസ്ഥ? ഭയങ്കര ദീനിയ അവസ്ഥ. പിന്നെ ഓളെങ്ങനെ ഓടിയോ? എന്താ ചെയ്യാ? ഓടി. ഇപ്പോൾ ഓള് ഭയങ്കര നിൽക്കാരാൻ. ഭർത്താവോ അത് മറ്റതാണ്. ഞാൻ പറഞ്ഞില്ലേ, നന്നായി വരുമ്പോഴാണ് എവിടെയെങ്കിലും പിടിക്കുക ഇബ്ലീസ്. അല്ലാഹു കാക്കട്ടെ. മട്ടലിന്റെ മേലെ ചവിട്ടിയ പോലെ ഒരു കമാലിയത്ത്. അതിനാണ് മുറബിയായ ശൈഖൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. ഒരു ഗുരുനാഥൻ ആവശ്യ, ഒരു ഗുരുബോധൻ ആവശ്യ. മുറബിയായ ശൈഖ് ഇല്ലാതെ വരുമ്പോ എന്ത് വേണമെന്നറിയോ? സ്വലാത്ത് വർദ്ധിപ്പിച്ചാലുണ്ടല്ലോ തെറ്റിലേക്ക് നമ്മുടെ പോരായ്മ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. തലപ്പാവ് കെട്ടി തൊപ്പി വെച്ച് താടി വെച്ച് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വയത് പറയുന്ന എനിക്കുണ്ടാകും പോരായ്മ. ഞാൻ എന്ത് വേണം? ഞാൻ വെറും വയത് പറഞ്ഞു ജീവിച്ചാലും പോരാ. എന്റെ സ്വകാര്യ ജീവിതത്തിൽ എനിക്കും ദിക്റുണ്ടാകണം, എനിക്കും സ്വലാത്ത് ഉണ്ടാകണം, എനിക്കും സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയോ? വീക്ക്നെസ്സുകളെ കണ്ടെത്താൻ കഴിയും. പോരായ്മ കണ്ടെത്താൻ കഴിയണമെങ്കിൽ നല്ലൊരാൾ കൂടെ ഉണ്ടാകണം. അതിനിപ്പോ ശൈഖന്മാരെ കിട്ടുന്നില്ലെങ്കിൽ എന്താ മാർഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്ത് ഇങ്ങനെ ഹദീ ചെയ്യണം. അപ്പൊ സ്വയം തോന്നും, എനിക്ക് ഇന്നൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ പരിഹരിക്കണം. അതങ്ങനെ തോന്നും. അത് പരിഹരിച്ച് അങ്ങനെ പോകും. എപ്പോഴും ആളുകളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തും ആഖിബത്ത് നന്നാകാൻ വേണ്ടിയിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. ഓർമ്മയില്ലേ, ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃകയാകാനല്ലേ, പാഠമാകാനല്ലേ സയ്യിദുൽ കൗനൈനി വ ഇമാമുൽ തഖലൈനി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞില്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, യാ ഉഖയ്യ ലാ തൻസനി ഫീ ദുആയിക, എന്റെ കൊച്ചു സഹോദരാ, നിന്റെ ദുആയിൽ നീ എന്നെ മറന്നു പോകല്ലേ. എന്തിനാ ഈ ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ഇങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്? കടം വീടാനും രോഗം മാറാനും അല്ലെ, മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ നീങ്ങാനും വേണ്ടി മാത്രമല്ല. മനുഷ്യ, നമ്മുടെ മുഖ്യമായ ലക്ഷ്യം മരിക്കുന്നത് വരെ ഈമാൻ നിലനിൽക്കലാണ്. മരിക്കുന്നത് വരെ ഖൽബിൽ തഖ്വ നിലനിൽക്കലാണ്. മരിക്കുന്നത് വരെ നമ്മുടെ ഇസ്ലാമിന്റെ ഗ്രാഫ് ഉയർന്നുയർന്നു പോകലാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മരിക്കുന്ന നേരം പൂർണ്ണ മുസ്ലിമായിട്ട് വിട പറയാൻ കഴിയണം. ഒരു കാര്യം ഓർമ്മിക്കണം, മരിക്കുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൽ മാത്രം പോരാ. ആ മരിക്കുന്ന സമയം, ആ സമയത്ത് നമ്മളൊരു സമ്പൂർണ്ണ മുസ്ലിം ആകണം. അല്ലാണ്ട് ചില മനുഷ്യന്മാരെ വിചാരം കള്ളെല്ലാം കുടിച്ചിട്ട് അങ്ങനെ നടക്കുക, കണ്ട പെണ്ണുങ്ങളൊക്കെ ലൈനാക്കുക, മരിക്കുമ്പോ അങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ടങ്ങ് പോവുക. കള്ളൻ ചെത്താൻ നടക്കൂലടാ. നോക്ക്, ലോട്ടറി അല്ലത്, ലോട്ടറി അടിക്കലല്ലത്. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ പോരടോ. പിന്നെന്താ വേണ്ടത്? ആ സമയം നീ ഒരു പൂർണ്ണ മുസ്ലിമാകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അല്ലെ, തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം നീ അല്ലാഹുവിനോട് തഖ്വ കാണിക്കണേ. സൂക്ഷ്മത കാണിക്കേണ്ട പ്രകാരം നീ അല്ലാഹുവിനോട് സൂക്ഷ്മത പ്രകടിപ്പിക്കണേ. അങ്ങനെ പറഞ്ഞാൽ എന്താ? അയ്യുദ്കറ, അല്ലെ, അയ്യുത്വാ, നീ അല്ലാഹുവിനെ അനുസരിക്കലാണ്. അല്ലെ, അല്ലാഹുവിനോട് എതിര് കാണിക്കാതിരിക്കുക. 100% അല്ലാഹുവിനെ അനുസരിച്ചിട്ട് ജീവിച്ചു പോവുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ്. 100%. അതിൽ 1% അനുസരണക്കേടുണ്ടാകുന്ന അവസ്ഥ വരാനേ പാടില്ല. 100% ഓരോ ദിവസവും മരിക്കുന്നത് വരെ അല്ലാഹുവിനോട് അനുസരണ കാണിച്ച്
അനുസരണക്കേട് ഒന്നുപോലും കാണിക്കാതെ അങ്ങ് പോവുക. പിന്നെ അള്ളാഹുവിനെ നന്നായിട്ട് ഓർമ്മിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. വലായുൻസാ, പടച്ചവനെ മറക്കാതിരിക്കുക. 100% അള്ളാനെ ഓർമ്മിക്കുക, അള്ളാനെ മറക്കാതിരിക്കുക, അള്ളാനെ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കാതിരിക്കുക. പിന്നെന്താ വേണ്ടത്? 100% അള്ളാനോട് നന്ദി പ്രകടിപ്പിക്കപ്പെടുക. അള്ളാനോട് 100%. പിന്നെ ഒരിക്കലായുക്ഫർ, അള്ളാനോട് നന്ദി കേട് കാണിക്കാതിരിക്കുക. നന്ദി കാണിക്കുക, അനുസരിക്കുക, കേൾക്ക്, അള്ളാഹുവിനെ ഓർമ്മിക്കുക. ഈ 3 കാര്യം ഭംഗിയിൽ ചെയ്യുക. റബ്ബ് നമ്മയൊക്കെ സഹായിക്കട്ടെ. അമീൻ പറയ്. മരിക്കുമ്പോഴോ അങ്ങനെ അങ്ങ് പോയിട്ട് മരിക്കുമ്പോ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മരിക്കുന്ന നേരം പൂർണ്ണ മുസ്ലിമായിട്ട് മരിച്ചു പോകാൻ കഴിയുക. മുസ്ലിമായിട്ടല്ലാതെ നീ മരിച്ചു പോകല്ലേ. ഉത്തരവാദിത്തം വലിയതാണ്. പുതിയ ഹിജറ വർഷമാണ്. സംഭവ ബഹുലമായ ഒരു ഹിജറ വർഷം ആയുസിന്റെ കലണ്ടറിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഇൻഷാ അല്ലാഹ് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. ആയുസിന്റെ കലണ്ടറിൽ നിന്നൊരു താള് കൊഴിഞ്ഞു പോയില്ലേ. ഇനി പുതിയ ഹിജറ വർഷമാണ്. മുസ്ലിമേ, ഓരോ ദിവസം കഴിയും തോറും നിന്റെ ദിക്ർ ചൊല്ലുന്ന സ്വഭാവം വർദ്ധിപ്പിക്കുക. എല്ലാവരോടും ഞാൻ പറയാൻ, മീശ നരച്ചു പോയിട്ട് അതിന്റെ മേലെ കറുപ്പടിക്കുന്ന ആൾക്കാരല്ലേ നമ്മുടെ ഇടയിൽ, അല്ലേ? മീശ കറുപ്പിക്കുക, താടി പഠിച്ചു കളയാ, എപ്പോഴും 25. ഒരു കാര്യം ഓർമ്മ വേണം. ഫിഖഹിന്റെ മസലയിലേക്ക് ഞാൻ പോകല്ല. ഒരു കാര്യം ഓർമ്മ വേണം. കണ്ണാടിയിൽ നിന്റെ മുഖം കാണുമ്പോൾ നിന്റെ മനസ്സിൽ തോന്നുന്ന തോന്നൽ എന്താണ്? ഇല്ലപ്പാ, ഇനിയും കുറച്ചും കൂടി ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പോട്ടെ. ഭാര്യയ്ക്കും തോന്നുകയാണ് ഭർത്താവിന് വയസ്സായിട്ടില്ലെന്ന്, അല്ലെ? ഭാര്യയുടെ തല നിരക്കുമ്പോൾ ഭാര്യയുടെ തലമുടിയും കറുപ്പിക്കാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഈ സ്വഭാവം അവസാനിപ്പിക്കണം. നീ ഈ മുടി കറുപ്പിക്കലും നരപ്പിക്കലല്ല, അതിന്റെ അപ്പുറത്തുള്ളൊരു വിഷയം എന്താണെന്നറിയോ? സ്വന്തം തോന്നുകയാണ് ആയിട്ടില്ല, ആകരുത്, ഇപ്പോഴൊന്നും ഞാൻ പോകരുത്, എന്റെ യൗവനം നശിക്കരുത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം താടി രോമങ്ങളും അല്പം തലയിലുള്ള രോമങ്ങളും നരച്ചു പോയിരുന്നു. എപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ടായിരുന്നു, സയ്യബത്തുനീ ഹൂദ് വഅഖവാതുഹാ. സൂറത്ത് ഹൂദും അതേപോലെ അതിന്റെ സഹോദരന്മാരായ അധ്യായങ്ങളും എന്നെ നരപ്പിച്ചിരിക്കുന്നു. വയസ്സിങ്ങനെ കൂടുമ്പോ അമലിങ്ങനെ കൂട്ടുക, അല്ലാണ്ട് നരങ്ങനെ വരുമ്പോ കർപ്പിച്ചോടുക്കുക, പിന്നെ കുരുത്തക്കേട് കളിക്കലല്ല. വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അമല് കൂട്ടുക. 9 വയസ്സുള്ള കുട്ടികളെ ഇപ്പോൾ തന്നെ 5 നേരം നിസ്കാരം തുടങ്ങി, അല്ലേ? ഒരു 15 വയസ്സാകലോടെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു. ഒരു 25 വയസ്സാകലോടെ ദുഹാ നിസ്കാരം തുടങ്ങി. അങ്ങനെ വയസ്സാകുന്നതിനനുസരിച്ച് അമല് കൂട്ടുക. പറയാൻ കഴിയില്ലല്ലോ എപ്പോഴാ ഇസ്രായീൽ അലൈഹിസ്സലാം വന്ന് നിന്റെ റൂഹിനെ പിടിക്കുക എന്ന് പറയാൻ കഴിയില്ല. ദുആ എപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കണം. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എപ്പോഴും ഇഖ്ലാസോടെ സുജൂദിൽ കിടന്നിട്ട് പോലും, എന്റെ സ്ത്രീകളെ പുരുഷന്മാരെ, സുജൂദിൽ കിടന്നിട്ട് വെറും 3 സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി മാത്രം പറഞ്ഞാൽ പോരാ. വെള്ളിയാഴ്ച രാത്രിയിലൊക്കെ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോ, അല്ലെ, വെള്ളിയാഴ്ച പകലിൽ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിന്റെ സുജൂദിൽ സമയം കിട്ടുമെങ്കിൽ അവിടെ കിടന്നിട്ട് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. അതെപ്പോഴായാലും, ഇപ്പോൾ മരിക്കുകയാണെങ്കിലും അല്ല ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞ് മരിക്കുകയാണെങ്കിലും മരിക്കുന്ന നേരം എന്നെ നീ ഒന്ന് മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളെ സമ്മേളനത്തിൽ എന്നെയും നീ ചേർക്കണമേ. ദുആ ചെയ്യൽ നമുക്ക് കടമയാണ്. അത് നമ്മൾ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കണം. നമ്മളെല്ലാ സുബ്ഹിയുടെ നേരത്തും ശാഫിഈ മദ്ഹബുകാരായ നമ്മൾ അല്ലാഹുവോട് ചെയ്യുന്ന ഖുനൂത്തിലെ ദുആ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പറയ്, അല്ലാഹുമ്മ ഹ്ദിനി. ഇത് വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ഇത് IT വിപ്ലവത്തിന്റെ കാലമാണ്. സാങ്കേതികമായ ഉപകരണങ്ങൾ വല്ലാതെ വർദ്ധിച്ച കാലമാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ വല്ലാതെ കൂടിയ കാലം.
കാലമാണ്. ഈ IT വിപ്ലവത്തിന്റെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായത് ഹിദായത്താണ്. പറയ്, അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത്, നീ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും അല്ലേ ചേർക്കണമേ. അല്ലാഹുവിനോട് കരഞ്ഞു പറയേണ്ട കുനൂത്തിലുള്ള ഒന്നാമത്തെ ദുആ അതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകല്ലേ. പറഞ്ഞു വരുന്നത്, നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം നമ്മൾ ദോഷങ്ങൾ ചെയ്ത് ധാർമ്മികതയെ, നമ്മുടെ സ്വന്തം ധാർമ്മികതയെ തകർത്ത് മുമ്പോട്ട് പോയാൽ എന്തുണ്ടാകുന്നറിയോ? നമ്മൾ ഇതെല്ലാം ഈ വാദനം കേട്ടു, എന്നിട്ട് പിന്നെയും സുബഹി നിസ്കാരം കളാക്കി, പിന്നെയും ഉമ്മയോട് വെറുത്തു, പിന്നെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ കൂട്ടി, തോന്നിവാസങ്ങൾ വർദ്ധിപ്പിച്ചു, ആൺകുട്ടികളുടെ ഭാര്യമാരുമായിട്ട് ഉമ്മയും ഉപ്പയും ചണ്ട കൂടി അല്ലേ? ആൺകുട്ടികളുടെ ഭാര്യമാരുമായി മാതാപിതാക്കൾ ചണ്ട കൂടി, അമ്മോച്ചനും അമ്മായിയുമായിട്ട് പുതിയാപ്പിളമാര് കലഹങ്ങൾ ഉണ്ടാക്കി, കുടുംബ കലഹങ്ങളും കുഴപ്പങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് ദോഷങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഉണ്ടാവുക? വരാനിരിക്കുന്ന ലോകത്തെ നരകം മാത്രമല്ല. ചില ആളുകൾ മനസ്സിലാക്കല്, ഞാൻ കള്ളു കുടിച്ചാൽ എന്താ കുഴപ്പം, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, എനിക്ക് നാളെ നരകം ഉണ്ടാകുന്നല്ലേ ഉള്ളൂ, ഞാൻ നരകത്തിൽ പോയിക്കോളും, നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ചില ആൾ പറയലില്ലേ, ഞാൻ പലിശ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, എനിക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട്, ഞാനത് സഹിച്ചോളാം, നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. മോനെ, വരാനിരിക്കുന്ന ലോകത്തെ നരകം മാത്രമല്ല പണിഷ്മെന്റ്, ഈ ലോകത്തു തന്നെയാണ് അതിന്റെ ശിക്ഷ ആരംഭിക്കുക. എന്താ ശിക്ഷ എന്നറിയോ? ഒന്നാമത്തെ ശിക്ഷ, നീയും അള്ളാഹുവും തമ്മിലുള്ള കണക്ഷൻ കുറയാൻ തുടങ്ങും. അതങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും മലായിക്കത്തുകളുടെ കയ്യിലാണ്. അല്ലാഹു തആല മരിക്കുമ്പോൾ അങ്ങനെ ആക്കി തരട്ടെ. നമുക്കൊക്കെ യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. മുഹമ്മദുർ റസൂലുള്ളാഹി വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹി വഫീ സ്വലാത്തിൽ അസ്രി. മലക്കുകൾ ഇങ്ങനെ രാവും പകലും ഡ്യൂട്ടി മാറി വരും. അവർ രണ്ട് നിസ്കാരങ്ങളിൽ നമ്മുടെ കൂടെ നിസ്കരിക്കും. ഒന്ന് സുബ്ഹി നിസ്കാരത്തിൽ, സ്ത്രീകളെ നിങ്ങൾ പുരയിലട്ടോ, നിങ്ങൾ പള്ളിയിലല്ല, നിങ്ങൾ പുരയില്, ആണുങ്ങൾ പള്ളിയില്, ഒന്നാം ജമാഅത്തില് ആണുങ്ങളുടെ കൂടെ ഒരുപാട് മലായിക്കത്തുകൾ വരും. അവര് സുബ്ഹി നിസ്കാരത്തിനും അസ്ർ നിസ്കാരത്തിനും ഉണ്ടാകും. നൈറ്റ് ഡ്യൂട്ടിക്കാരും ഡേ ഡ്യൂട്ടിക്കാരും. പകൽ സമയത്ത് നമ്മുടെ ശരീരം കാക്കുന്ന മലായിക്കത്തും രാത്രിയിൽ നമ്മുടെ ശരീരം കാക്കുന്ന മലായിക്കത്തും പള്ളിയിൽ വരും. ഇവർ രണ്ട് മലായിക്കത്തും ഒന്നിച്ചു നിസ്കരിക്കുന്ന രണ്ട് നിസ്കാരങ്ങൾ, ഒന്ന് സുബ്ഹിയാണ്, മറ്റൊന്ന് അസ്റാണ്. സുബ്ഹിക്കും പള്ളിയിലുണ്ടാവും, അസ്റിനും പള്ളിയിലുണ്ടാവും. കാരണം സുബ്ഹി നിസ്കരിച്ചിട്ട് രാത്രിയിലെ മലക്കുകൾ പോകും. സുബ്ഹി നിസ്കാരത്തോടെ പകൽ ഡ്യൂട്ടിക്കാര് പള്ളിയിൽ നിൽക്കും, നാട്ടിൽ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. അസ്ർ നിസ്കരിച്ചിട്ട് പകൽ ഡേ ഡ്യൂട്ടിക്കാര് പോകും. എന്നിട്ടോ രാത്രിയിലെ മലക്കുകൾ അസ്റോട് കൂടെ തുടരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലക്കുകൾ ഡ്യൂട്ടി ആരംഭിക്കുന്നത് സുബ്ഹിയിലും അസ്റിലുമാണ്. ഈ മലക്കുകൾ എവിടെയൊക്കെയാ കാക്കുന്നേതാ? അവർ ഉറങ്ങുമ്പോൾ പോലും, മഹാന്മാരായ മലായിക്കത്തുകള് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് കാവൽ നിൽക്കുകയാണ്. വല്ലാത്ത മലക്കുൻ മുഅക്കലുൻ യഹ്ഫളുഹു ഫീ നൗമിഹി വയഖളതിഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാം. ഉറങ്ങുമ്പോ, മനുഷ്യൻ ഉറങ്ങുമ്പോ എല്ലാ ശർറിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, മിനൽ ജിന്നി ജിന്നുകളുടെ ശർറിൽ നിന്ന്, വൽ ഇൻസി മനുഷ്യരുടെ ശർറിൽ നിന്ന്, വൽ ഹവാം സർവ ജീവജാലങ്ങളുടെ ശർറിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുമ്പോൾ മലക്കുകൾ കാവൽ നിൽക്കുന്നു. ഈമാനുള്ള മുഅ്മിനേ, നീ ഈമാനുള്ളവനാണോ? നിന്റെ പുരയിൽ കള്ളം കയറില്ല. ഇത് ഞാൻ പറയല്ല, ഇബ്നു കസീറിൽ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ്, മാ മിൻ നബിയില്ലാ വ മലക്കുൻ മുഅക്കലുൻ യഹ്ഫളുഹു ഫീ നൗമിഹി വയഖളതിഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാം. ഓരോ അടിമയും ഉറങ്ങുന്ന നേരത്ത് മലായിക്കത്ത് കാവൽ നിൽക്കുന്നു. അവർ നിന്നെ സൂക്ഷിക്കുന്നു അവന്റെ ഉറക്കിൽ നിന്ന്. ഉണർച്ചയിലും ഉറക്കിലും ജിന്നിനെ തൊട്ടും ഇൻസിനെ തൊട്ടും പിടിമൃഗങ്ങളെ തൊട്ടും സർവ്വ ജീവജാലങ്ങളെ തൊട്ടും
തൊട്ടും ഒരാളും നിന്നെ ശല്യം ചെയ്യില്ല. നീ കള്ളു കുടിക്കാൻ തുടങ്ങുമ്പോ, നീ മാതാപിതാക്കളെ ശല്യം ചെയ്യാൻ തുടങ്ങുമ്പോ, നീ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ ഈ മലായികത്തും നീയും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകുന്നു. ദുരിതങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിന്റെ കൂടെ പിറപ്പാകുന്നു. പരിശുദ്ധ ഖുർആനിൽ കാണാൻ ഭാഗം ലഹു മുഅഖിബാത്തുൻ. വിശുദ്ധ ഖുർആനിൽ ആ ഭാഗം കാണാം. വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ അതിൽ നിന്ന് ഞാൻ ഒരു ആയത്ത്, സൂറത്തുർ റഅദിലെ 11ാമത്തെ ആയത്ത് മാത്രം, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. ശരിക്കും ഓർമ്മിച്ചോ? നമ്മൾ കള്ളുകൂടി പെണ്ണുപൊടി വാട്സപ്പിൽ കയറിയിട്ട് തോന്നിയാസം കളിക്കുക, ഫേസ്ബുക്കിൽ കയറിയിട്ട് പെൺകുട്ടിയായിട്ട് ഇങ്ങനെ എപ്പോഴും അല്ലേ ചാറ്റിങ്ങും ചീറ്റിങ്ങും നടത്തുക, ഇതൊക്കെ ചെയ്യുമ്പോ തുടരെ തുടരെ നമ്മളെ കാക്കുന്ന മലായികത്ത്. ലഹു മുഅഖിബാത്തുൻ, പടച്ച റബ്ബിനുണ്ട് മുഅഖിബാത്ത്. എന്താ മുഅഖിബാത്ത് എന്ന് പറഞ്ഞാല്? തുടരെ തുടരെ മനുഷ്യനെ സംരക്ഷിക്കുന്ന മലായികത്തുകളുണ്ട്. അവരെവിടെയാ വന്ന് നിന്നെ സംരക്ഷിക്കുക? മിൻ ബൈനി യദൈഹി, മനുഷ്യന്റെ മുമ്പിൽ വരും, മിൻ ഖൽഫിഹി, പിറകിൽ വരും. യഹ്ഫളൂനഹു, അവര് ആ മനുഷ്യനെ കാക്കുന്നു. മിൻ അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ശരിക്ക് കേൾക്ക്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, അല്ലാഹു തആല ഒരു സമൂഹത്തെ വ്യത്യാസപ്പെടുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരെ സ്വയം വ്യത്യാസപ്പെടുത്തുന്നത് വരെ. ഓർമ്മിക്കണേ, ജനിക്കുന്ന സമയത്ത് ശുദ്ധമായ പ്രകൃതത്തിൽ ഭൂമിയിലേക്ക് പെറ്റുവീണ്, ശുദ്ധമായ പ്രകൃതത്തിൽ ഒരു മനോഹരമായ സുന്ദരമായ ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെ നീ വിരിഞ്ഞു നിന്ന് ഘട്ടം ഘട്ടമായി നീ ശാന്തനായി സ്വസ്ഥനായി നീ ഇങ്ങനെ വളർന്ന്, പിന്നീട് ഒരു വിരിഞ്ഞു നിൽക്കുന്ന പൂവിന്റെ വിശുദ്ധിയിൽ നീ വിരിഞ്ഞ് നീ ഘട്ടം ഘട്ടമായി അതേ പ്രകൃതത്തിൽ വളർന്ന് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് നീ ദോഷങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോ, നീ തോന്നിവാസങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോ, നീ തമ്മാടിത്തങ്ങൾ ജീവിതത്തിൽ നീ കൂടെ പിറപ്പാക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ എന്താണ്ടാകുന്നറിയോ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരെ സ്വയം വ്യത്യാസപ്പെടുത്തുന്നത് വരെ അല്ലാഹു തആല ഒരു ഖൗമിനെയും വ്യത്യാസപ്പെടുത്തുകയില്ല. നമ്മൾ ദോഷിയായപ്പോൾ അല്ലാഹുവിന് നമ്മളോടുള്ള ബന്ധം കുറഞ്ഞു, മലായികത്തുകളും നമ്മളും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. ഇപ്പൊ കാണുന്നില്ലേ, നമുക്കൊക്കെ പരീക്ഷണങ്ങളാണ്. രോഗം മാറിയാൽ കടം തീരുന്നില്ല, കടം വീടിയാൽ പിന്നെയും രോഗം വരുന്നു. ഇനി രോഗവുമില്ല കടവുമില്ല എങ്കിൽ അപകടത്തിൽ പെടുന്നു. എവിടെയെങ്കിലും ഒരു പരീക്ഷണം കൂടെ തന്നെ ഉണ്ടാകുന്നു. സൂര്യന്റെ ജീവിതത്തിൽ കാണുന്ന ശാന്തത, ചന്ദ്രന്റെ ജീവിതത്തിൽ കാണുന്ന പ്രശാന്തത, അല്ലെ നക്ഷത്രങ്ങളിൽ കാണുന്ന സ്വച്ഛന്തത മനുഷ്യർക്കില്ല. കാരണം നമ്മൾ അല്ലാഹുവിനോട് ഇടയ്ക്കിടയ്ക്ക് ധിക്കാരം കാണിക്കുന്നത് കൊണ്ട് പടച്ച റബ്ബിന് നമ്മളോടുള്ള ബന്ധത്തിൽ വല്ലാത്ത വിള്ളൽ വന്നുപോയി. മുസ്ലിമേ, നമ്മൾ കളിച്ചാൽ ആ കളിയുടെ തിക്തഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വേറൊരാളും നമ്മൾ കളിച്ച കളിക്കുള്ള ശിക്ഷ അനുഭവിക്കില്ല. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യനെ അല്ലാഹു തആല പടച്ചത് തന്നെ ദുർബലനായിട്ടാണ്. നമുക്കാണെങ്കിൽ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണത്തെയും നേരിടാനുള്ള ആരോഗ്യമില്ല. ഉണ്ടോ? ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ടു, മുട്ടിന്റെ ചിരട്ട പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലായി. ഡോക്ടർ പറഞ്ഞു, ഓർത്തോ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു 1 മാസം കിടക്കണമെന്ന്. വാർപ്പ് പോലുള്ള പ്ലാസ്റ്റർ ഇട്ടിട്ട് ഉറങ്ങിട്ടിട്ട് നീ നിന്റെ വീട്ടിലായി. മൂഡ് ഓഫായി, ഭാര്യയോട് ദേഷ്യം പിടിക്കലായി. മാറ്റി മാറ്റി നീ ചാനലിൽ നിന്ന് ചാനലിലേക്ക് സഞ്ചരിച്ചിട്ടും നിന്റെ മൊബൈൽ സെറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യങ്ങളൊക്കെ നന്നായിട്ട് നീ ഉപയോഗപ്പെടുത്തിയിട്ടും ടെൻഷൻ തീരുന്നില്ല. മനുഷ്യ, പടച്ച റബ്ബിന്റെ ഒരു പരീക്ഷണത്തെയും നേരിടാനുള്ള ത്രാണി നമുക്കില്ല.
ദുർബലരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നല്ലത് പടച്ചിറപ്പിന്റെ വഴിയിലേക്ക് തന്നെ മടങ്ങിപ്പോകലാണ്. പെറ്റ ഉമ്മയിലേക്ക് മടങ്ങിപ്പോകുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ കോഴിക്കുഞ്ഞിനെ കാണാറില്ലേ? പിടക്കോടിയുടെ ചിറകിന്റെ അടിയിലേക്ക് എന്തെങ്കിലും അപശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മടങ്ങിപ്പോകാറില്ലേ? അതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 2013 ഏറ്റവും അഭികാമ്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങിപ്പോകലാണ്. ധാർമ്മികത സൂക്ഷിച്ച് ഒരു ദോഷവും ചെയ്യാതെ ഇനി എങ്ങോട്ട് ഈ ഉപദേശം, ഈ ആഹ്വാനം ശരിക്കും ഉൾക്കൊള്ളണേ. ഓരോരുത്തരും അവരവര് ചെയ്യുന്ന വീക്ക്നെസ്സുകളോ ഉപേക്ഷിച്ച് പടച്ചിറപ്പിന്റെ വഴിയിലേക്ക് അങ്ങ് മടങ്ങിപ്പോവുക. അല്ലാഹു കൂടെ ഉണ്ടാവും. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു വന്ന് നിങ്ങളെ കൂടെ നിൽക്കുന്നു. പോരെ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യതയാണ്. ഈ വല്ലാത്ത വാക്കായത്. ഇതിന്റെ തഫ്സീറിൽ കാണാൻ കഴിയും. നിർബന്ധമാണ്. നീ മുഅ്മിനാണോ, നീ ഈമാന്റെ ട്രാക്കിലാണോ, നീ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നവനാണോ, നീ ഇശാ വരെയുള്ള ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഹറാമിനെ ഉപേക്ഷിക്കുന്നവനാണോ, ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നിന്നിൽ നിന്ന് വന്നാൽ പടച്ചിറപ്പിനോട് താണുകേട് കരഞ്ഞിട്ട് ഓരോ ദിവസവും പൊരുത്തപ്പെടിക്കുന്നവനാണോ? നമ്മൾ കാര്യം ചെയ്യണം. എടുക്കേണ്ട പണി അപ്പോൾ എടുക്കണം. എടുക്കേണ്ട പണി അപ്പോൾ എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ദുനിയാവുണ്ടാക്കാൻ ഇറങ്ങുന്ന മനുഷ്യന്മാര് ചില ആളുണ്ട്, ഗൾഫിൽ പോകണം, ഉമ്മയും ബാപ്പയും കൂടി അല്ലെങ്കിൽ ഭാര്യയും കൂടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കും, നിങ്ങളിങ്ങനെ നടന്നാൽ പറ്റുമോ, 2-3 കുട്ടികളായില്ലേ, ഒന്ന് പുറത്തെല്ലാം പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഉണ്ടാക്കണ്ടേ, ഇത് ഇവിടുന്ന് അധ്വാനിക്കുന്നില്ല, പുറത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പോകും, സീസൺ കുറച്ച് മോശം, അടുത്ത സീസണിലാക്കാം പറഞ്ഞ് ഇവനാണെങ്കിൽ ഇപ്പൊ പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ല, ജോലി ചെയ്യേണ്ട കാലത്ത് ജോലി ചെയ്തില്ല, അടുത്ത കൊല്ലം പോകാം, ഇവിടെ നിന്ന് ഇങ്ങനെ തേരാപ്പാര ഒരു പണിയെടുക്കൂല. അതാണ് ദുനിയാവിൽ അങ്ങനെ കുറെ ആളുണ്ട്, മടങ്ങിപ്പോകും. എന്താ ചോദിക്കാൻ, അടുത്ത സീസണിൽ പോയിക്കോളാം. ഇതിപ്പോ ദുൽഹജ്ജ് കഴിഞ്ഞില്ല, അതിന് റബീഉൽ അവ്വൽ കഴിഞ്ഞ് പോയിക്കോളാം. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പറയും, പിന്നെ വലിയ അടങ്ങാറാണ്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ പറയാൻ അടുത്തൊന്നുമില്ല. പിന്നെ അങ്ങനെയെങ്കിലും 2-3 മാസം കഴിഞ്ഞാൽ റമളാൻ കഴിയട്ടെ എന്ന് പറയും. തെര അടങ്ങിയിട്ട് കപ്പലോട്ട. അവർക്കൊരിക്കലും ദുനിയാവിൽ ഒരു ക്ലച്ച് പിടിക്കൂല. അതേപോലെ ആഹാരത്തിന്റെ കാര്യവും ഏത് കാര്യത്തിനൊരു പരിശ്രമം വേണ്ടേ? അതല്ലേ ഖുർആനിൽ കാണാം, ജാഹിദു എന്ന് പല സ്ഥലത്ത്, സാരിഉ ബാദിറു, ഹദീസിലും കാണാം സാരിഉ ബാദിറു, ഉളരുക, ജാഗ്രത കാണിക്കുക, വേഗം കൂട്ടുക. നന്നാകേണ്ട വിഷയത്തുമ്പോ ദുനിയാവിന്റെ വിഷയത്തെക്കാളും ജാഗ്രത വേണം, ബാധ്യത നന്നായിട്ട് നാം ഉളരണം, വേഗതയോടുകൂടെ നാം മുന്നിട്ടിറങ്ങണം. കാരണം എന്താണെന്നറിയോ, നമുക്ക് ദുനിയാവിലും സുഖം വേണം, നമുക്ക് മലായിക്കത്തിന്റെ പ്രൊട്ടക്ഷൻ വേണം. ഉറങ്ങുമ്പോൾ മലായിക്കത്തിന്റെ സംരക്ഷണം വേണം, ഉണർന്നിരിക്കുമ്പോൾ മലായിക്കത്തിന്റെ സംരക്ഷണം വേണം. പോരാ മരിക്കുന്ന നേരം മലായിക്കത്തുൽ കിറാമിന്റെ ഇടയിൽ വെച്ച് ഒരു രാജകീയമായ മരണം സാധ്യമാകണം. ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പരമാവധി കുറഞ്ഞു കിട്ടണം. നിങ്ങൾ അറിയോ, നമ്മൾ ഈ കുരുത്തക്കേടും കളിച്ചിട്ട് മുമ്പോട്ട് പോയാൽ ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖസ്ല, എന്റെ സമുദായം 15 കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഹല്ല ഫീഹൽ ബലാ, അവരിൽ അല്ലാഹു ബലാ ഇറക്കുന്നതാണ്. കുറേ ഹദീസ് ഉണ്ട് ഇതല്ലേ, ഇങ്ങനെ തന്നെ എത്രയോ ഹദീസ് ഉണ്ട്. ഇത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ശരിക്കും ഉൾക്കൊള്ളാനുള്ള തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസായത്. അല്ലാഹു തആല ഇതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖസ്ല, 15 കാര്യം. ഇതിൽ ഗൗരവത്തോടെ കേൾക്കേണ്ട കുറെ കാര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കുക, ഏതാണ് 15 കാര്യങ്ങൾ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബാക്കളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ വിഷയം, ഇദാ കാനൽ മഗ്നമു ദൂലാ, പൊതു മുതൽ അന്യാധീനപ്പെട്ടു പോയാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ബൈത്തുൽ മാലിലെ സ്വത്ത്, പള്ളിയുടെ സ്വത്ത്, മദ്രസയുടെ സ്വത്ത്, യതീംഖാനയുടെ സ്വത്ത്, അല്ലെ, പൊതുവായ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കേണ്ട സ്വത്ത് അന്യാധീനപ്പെടുക, ആളുകൾ ബലാത്കാരമായിട്ട് കയ്യിൽ വെക്കുക, യാതൊരു സൂക്ഷ്മതയും കൂടാതെ മനുഷ്യന്മാര് തിന്നുക. ഇക്കാലത്ത് അത് കൂടി വരില്ലേ, പേപ്പറിൽ കാണുന്നില്ലേ?
പൊതു മുതൽ കട്ടെടുത്തിട്ട് തിന്നുക. അത് പഴയ കാലത്തേക്കാളും കൂടിക്കൂടി വരികയാണ്. എന്താ ഇതിന്റെ ഭവിഷ്യത്ത്? പടച്ചറപ്പിന്റെ മരിക്കണ്ട, നരകത്തിൽ പോകണ്ട. അവിടെ അള്ളാന്റെ ബല ഇറങ്ങുന്നതാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനത്തെ സ്വന്തം സാധനം പോലെ ഉപയോഗിക്കുന്ന കാലം വരിക. ഒരാളെ കയ്യിൽ 1000 രൂപ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നോക്കൂ, ഒരു സാധനം ഏൽപ്പിച്ചു. സ്വന്തം സാധനം ഉപയോഗിക്കും പോലെ ആ സാധനത്തെ ഉപയോഗിക്കുന്ന മാനസികാവസ്ഥ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഗൗരവത്തോടെ സൂക്ഷിക്കണം. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ വയനാട് നിന്ന് ഒരാൾ പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു ചായപ്പൊടി ഉണ്ട്. കണ്ണിയത്തിന്റെ സ്വഭാവമുണ്ട്, അതെന്തിനാന്നൊക്കെ ചോദിക്കും. അതെന്തിനാന്ന് ചോദിച്ചപ്പോ ഇയാൾക്ക് പേടിയായി. ഇയാൾ പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് കുറെ ആളൊക്കെ വരുന്നല്ലേ, അതുകൊണ്ട് അത് ആകൊക്കെ ചായ കാച്ചി കൊടുക്കാൻ വേണ്ടിട്ട് ഉസ്താദും ഓളും കുട്ടികളും നിങ്ങൾക്ക് ചായ കാച്ചി കൊടുത്തോ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ പറയേണ്ടടുത്ത് ഇയാൾ പേടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് കുറെ പെരുത്തുകൊണ്ട് ചായപ്പൊടി, ഒരു വലിയ പാക്കറ്റ്. അപ്പൊ എന്തിനാ ഇത്ര കാര്യം ചായപ്പൊടി എനിക്കെന്ന് ചോദിച്ചാ മറുപടി പറയാൻ പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ കുറെ ആളെല്ലാം വരുന്നല്ലേ, അതുകൊണ്ട് തന്ന ചായപ്പൊടിയാണോ, കുറച്ച് അധികം ഉണ്ട്. കണ്ണിത്ത് നേരെ അടുക്കളയിൽ പോയിട്ട് ഓളോട്, ദാ ഇത് എനിക്കും കുടിക്കാൻ പറ്റൂല, ഇവിടെ വരുന്ന ആൾക്ക് ചായ കാച്ചിട്ട് കൊടുത്തോളണം. നോക്കണം, വല്ലാത്ത വാക്ക്, ഗൗരവത്തോടെ ആലോചിക്കട്ടെ. നമ്മളാണെങ്കിൽ അല്ലേ, അല്ലാഹു ഗഫൂർ റഹീം അല്ലേ, സാരല്ലാന്ന് അല്ലെ, അങ്ങനെ നോക്കി ജീവിക്കാൻ കഴിയോ? നമ്മൾ അങ്ങനെയല്ലേ പറയാ. ഇവിടെ നോക്കൂ, ഇതിന്റെ ബാക്കി ഞാനും നീയും കുടിച്ചു പോകാൻ പാടില്ല. ആര് കുടിക്കും? ഇത് ആരാ വരുന്നത്? അവർക്ക് മാത്രം കൊടുക്കാനുള്ള ചായപ്പൊടിയാണ്. ഇതിപ്പോഴും കുഞ്ഞുമാനുണ്ടല്ലോ, കണ്ണിയത്ത് ഉസ്താദിന്റെ മകനുണ്ടല്ലോ, പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. വയനാട്ടിൽ നിന്ന് ചായപ്പൊടിയുമായിട്ട് വന്ന മനുഷ്യന്റെ ചായപ്പൊടിയുമായിട്ട് അടുക്കളയിൽ ചെന്നിട്ട്, ഇത് ഞാനും നീയും കുടിക്കരുത്, ഓളോടും കുട്ടികളോടും നമുക്ക് കുടിക്കാനുള്ളതല്ല, ഇത് ഇവിടെ എന്നെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ചായ കൊടുക്കാനുള്ളതാണ്. മുസ്ലിമേ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ കയ്യിലേക്ക് ഒരു സാധനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? അതേ വിധത്തിൽ സൂക്ഷിക്കാൻ കഴിയണം. റെന്റിന് നാം വണ്ടി എടുക്കാറില്ലേ, ബൈക്ക് എടുക്കാറില്ലേ, 4 വീലർ എടുക്കാറില്ലേ? ഒരു മാസക്കാലം അതിന്റെ പരമാവധി അതിന്റെ പരിപ്പെടുത്തിട്ടല്ലേ തിരിച്ചു കൊടുക്കാറ്. റെന്റിന് വണ്ടി കൊടുക്കുന്ന ആളുകൾ അനുഭവം പറയാറുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് വണ്ടി കൊടുത്താൽ, ഒരു ഹിന്ദുവിന് വണ്ടി കൊടുത്താൽ, ഒരു ഉപദ്രവവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ വണ്ടി തിരിച്ചേൽപ്പിക്കും, ഒരു ഉടവും ഉണ്ടാകില്ല. ഒരു മുസ്ലിമിനെ വണ്ടി ഏൽപ്പിച്ചാൽ 1 മാസം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ പരിപ്പെടുത്തിട്ടുണ്ടാകും. മുസ്ലിമേ, ഇത് പാടില്ല, അമാനത്ത്. والذين هم لأماناتهم وعهدهم راعون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون പോയി അല്ലേ. والذين هم لأماناتهم وعهدهم راعون. തീർച്ചയായും വിജയിച്ച മോമിനീങ്ങൾ, പോരാ നാളെ ഫിർദൗസ് എന്ന സ്വർഗത്തെ അനന്തരമെടുക്കുന്ന മോമിനീങ്ങൾ, ആ മോമിനീങ്ങൾക്കുള്ള പ്ലസ് പോയിന്റ്സിൽപ്പെട്ട ഒരു പ്ലസ് പോയിന്റ്സ്, അവര് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനങ്ങളെ കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ പാർട്ണറുടെ കയ്യിലേക്ക് പീടിക ഏൽപ്പിച്ചു. 6 മാസം കഴിഞ്ഞിട്ട് അല്ലെ, ഇവൻ ഗൾഫിലേക്ക് തിരിച്ചു പോയപ്പോഴത്തേക്ക് പാർട്ണർ ആ ഷോപ്പ് അവന്റെ പേരിലാക്കിയിട്ട് ഇവനെ പുറത്താക്കി കളഞ്ഞു. കൂടുതലേ, എന്നിട്ട് ആ കള്ളനും അച്ഛന് പോകാൻ നാണം കെട്ടോൻ ഇല്ലേ. കേൾക്കുമ്പോർക്കെങ്കിലും എന്നെ കുറിച്ചാ പറയാൻ തോന്നുന്നുണ്ടോ? എല്ലാരെ കുറിച്ചും. എന്നിട്ട് ഓനും അച്ഛന് പോവാണ്. ഞാൻ പറഞ്ഞോട്ടെ, എന്നിട്ട് ഓൻ വലിയ ആചാരായിട്ട് ഇങ്ങനെ ബലസപ്പോ കയ്യിൽ തസ്ബീഹ്മാലയും പിടിച്ചിട്ട് അള്ളാന്റെ ദുനിയാവിലില്ലേ, അള്ളാന്റെ ദുനിയാവിൽ ഇങ്ങനെയുള്ള കേസില്ലേ? എത്ര കേസ് എവിടെയാ ഇവരൊക്കെ രക്ഷപ്പെടുക? ഗൾഫിൽ നിന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്ത് പൈസ അങ്ങനെ തന്നെ ആ പൈസയുമായിട്ട് നാട്ടിലേക്ക് മുങ്ങി വന്നിട്ട് ഇവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അള്ളാന്റെ ബല ഇറങ്ങിയില്ലേ. മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അയാൾ ഇറങ്ങലേ ഇല്ല. ഇപ്പോൾ അയാളെ കുട്ടികൾക്കും രോഗങ്ങളായില്ലേ, മാറുന്നില്ല, ദുരിതങ്ങൾ വിട്ടൊടിയുന്നില്ല.
പ്രയാസങ്ങൾ അകലുന്നില്ല. ജീവിച്ചിരിപ്പുള്ള ഔലിയായിന്റെ മുഴുവൻ അടുക്കലും ഇയാൾ പോകാറുണ്ട്. ഉള്ള സയ്യിദന്മാരെ മുഴുവനും ഇയാളെ കാറിലാണ്. എല്ലാ സയ്യിദന്മാരെ പുരയിലും ഇയാൾ പോകാറുണ്ട്. എടാ പഹയ, ഇത് അള്ളാനെ പറ്റിക്കാനുള്ള പണിയാണോ? ഉള്ള സയ്യിദന്മാരെ മുഴുവനും കൊണ്ടുവന്നിട്ട് നീ പണ്ട് കട്ടുകൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നല്ലേ നീ ഭക്ഷിപ്പിക്കുന്നത് അല്ലേ? എവിടെയാടാ നിന്റെ ഈ സാമൂഹ്യ ദ്രോഹം തീരുക? അല്ല നിന്നെ വിടൂല, നിന്റെ ബലാഗ് തീരൂല. എവിടെ നിന്നാ നീ ആ സ്വത്ത് കട്ടുകൊണ്ടുവന്നത്? എവിടെ നിന്നാ നീ ആ മുതൽ കട്ടുകൊണ്ടുവന്നത്? അവിടെ പോയിട്ട് ആ മുതൽ തിരിച്ചു കൊടുക്കാതെ നിന്റെ തൗബ തൗബയാകൂല. അവിടെ അള്ളാന്റെ ബല ഇറങ്ങുന്നതാണ്. മരിക്കണ്ടോ? മരിക്കണ്ട, ഇവിടെ ഇറങ്ങും, ഭൂമിയിൽ ഇറങ്ങും. ഇനി ഇതുപോലെയുള്ള ഹദീസുകൾ വേറെയുണ്ട്. തീർന്നില്ല. വസ്സകാത്തു മഗ്റമാ, ഓരോ കൊല്ലവും കൊടുത്തു വീട്ടേണ്ട സക്കാത്ത് കൊടുക്കാതെ കടമാക്കിയിട്ട സക്കാത്തിനെ ബാക്കിയാക്കുക. സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കാതാകുമ്പോ ഉണ്ടാകുക, പാവങ്ങളുടെ അവകാശം മുതലിൽ ബാക്കിയാവും. ഓരോ കൊല്ലവും ഈ അവകാശം കൂടുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട്, കാഞ്ഞങ്ങാട് ടൗണില്, യൂറോപ്പിലും അമേരിക്കയിലൊന്നല്ല, ഒരുപാട് ആസ്തിയുള്ള മനുഷ്യന്മാരുണ്ട്. ടൗണുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാവങ്ങളുണ്ട്. 100 റുപ്യ പോലും സക്കാത്ത് കൊടുക്കാത്ത കൂറ്റൻ പണക്കാര് കൊടുക്കൂല. ഞാൻ ചിന്തിക്കലുണ്ട്, സ്വന്തം കുടുംബത്തിൽ പാവങ്ങളുണ്ട്, കൊടുക്കൂല. ഞാൻ ചോദിക്കും, പിന്നെ എവിടെയാ കൊടുക്കുന്നേ? സക്കാത്ത് കൊടുക്കലില്ല. അല്ലാഹുവിന്റെ റബ്ബേ, ഇവരെവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും, പിന്നെ ഏതെങ്കിലും ഗൾഫിൽ നിന്ന് അറബികൾ എവിടെന്നെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ അക്കൂട്ടത്തിൽ പോയി നിന്നിട്ട് ഇവരും കാണാണ്ട് പൈസ വാങ്ങലുണ്ട്. ഒരുപാട് സക്കാത്ത്, കോടിക്കണക്കിന് രൂപ റെഡി ക്യാഷായിട്ട് അവരുടെ അക്കൗണ്ടിലുണ്ട്, ബാങ്കിലുണ്ട്. മുസ്ലിം മാനേജർമാർ കാഞ്ഞങ്ങാട് പട്ടണത്തിലുള്ള ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്കുകളിൽ, എല്ലാ ബാങ്കിലും മാനേജർമാരായി ഇടക്കിടക്ക് വരാറുണ്ട്. പൈസ ഒന്നുമില്ല ഉസ്താദേ, പിന്നെ കൊടുക്കുക എന്ന് പറയണ്ട, അതാ നിങ്ങളെ പരിപ്പെടുക്കും. മുസ്ലിം മാനേജർമാർ ടൗണിൽ വരാറുണ്ട്. ആ മാനേജർമാർ ഞങ്ങളെ അടുക്കൽ വന്ന് കാര്യം പറയാറുണ്ട്. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ക്യാഷായിട്ട്, എന്നിട്ട് പോലും അതിന്റെ 2.5% എടുത്തു കൊടുക്കൂല. എടാ, നരകത്തിലെത്തണ്ട, നീ മരിച്ചിട്ട് നീ കബറിൽ കിടക്കണ്ട. ബലാഗ് ദുനിയാവിൽ ഇറങ്ങുന്നതാണ്. പറയുന്നത് അബ്ദുൽ ഗഫൂർ അല്ല, കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ബലാഗ് മാരക രോഗമാകാം, അപകടമാകാം, ഭാര്യ ആരാന്റെ കൂടെ ഇറങ്ങി ഓടലാകാം. 4 കുട്ടികളെ ഉമ്മ നെട്ടും പോയിട്ടും താഞ്ഞു, കമ്പനി പൂട്ടി ഓടി. ഓടാണ്ട് കൂടാ അവിടെ ബല ഇറങ്ങുന്നതാണ്. സ്വന്തം മകന്റെ തല്ല് കൊണ്ടിട്ട് ഉപ്പാന്റെ തോളം കയ്യെ പൊട്ടിപ്പോവുക. എടോ, അള്ളാന്റെ പൊരുത്തമില്ലാത്ത തോന്നിവാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ അള്ള വിടൂല. അവിടെ അള്ളാഹുവിന്റെ ബല ഇറങ്ങുന്നതാണ്. ഇതൊക്കെ നമുക്ക് പാഠാകാൻ വേണ്ടിയിട്ട് തീർന്നില്ല. ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെ അനുസരിക്കുക, എന്നിട്ട് ഉമ്മയെ വെറുക്കുക, എന്നിട്ട് ഉമ്മയെ വെറുക്കുക. ഭാര്യ എന്ന് പറഞ്ഞാൽ അല്ലെ, ഭാര്യ ആയിഷ നീണാൽ വാഴട്ടെ. ഭാര്യക്ക് സർവ്വ സപ്പോർട്ടും കൊടുത്തിട്ട് ഉമ്മനെ മറന്നു പോവുക. നേരെ ഓപ്പോസിറ്റും സംഭവിക്കലുണ്ട്. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഓളെ ഒഴിവാക്കുക അല്ലേ, അത് അപകടം. ഒന്നൊഴിവാക്കി രണ്ടാമതൊന്നും കൂടി കെട്ടി, ഇപ്പൊ ഉമ്മ അതിനെ ഒഴിവാക്കിയിട്ട് 3ാമത്തെ ബിരിയാണിക്ക് കാത്തിക്കാൻ. അങ്ങനെ ദുനിയാവിലുണ്ട്. ഇവിടെ നോക്കണം, ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക്, ഭാര്യയെ അനുസരിച്ചിട്ട് ഉമ്മയെ മറന്നു പോവുക.
ചങ്ങാതിക്ക് ഗുണം ചെയ്യുക, ഉപ്പയെ അകറ്റുക. രണ്ടും സംഭവിക്കല്ലേ? ചങ്ങായിക്ക് ഗുണം ചെയ്യും, ഫ്രണ്ട്സിന് വേണ്ടി ജീവിക്കും. വാട്സപ്പിൽ കയറിയാൽ പെണ്ണുമായിട്ടല്ല ബന്ധം, ചങ്ങാതിമാരുമായിട്ടാണ്, ആൺകുട്ടികളുമായി അല്ലേ, ബോയ് ഫ്രണ്ട്സ് ആണ്, ഗേൾ ഫ്രണ്ട്സ് ഇല്ല. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ചങ്ങാതിമാരെ വലയത്തിലാണ്. നാട്ടിലാകുമ്പോൾ എപ്പോഴും ചങ്ങാതിമാരെ കൂടെയാണ്. ഉപ്പയെ മറന്നു പോകുന്നു, ഉപ്പയെ അകറ്റിക്കളയുന്നു, ഉപ്പയെ കണ്ടുകൂടാ. ഹല്ല ഫീഹൽ ബലാ, അവിടെ അല്ലാഹുവിന്റെ ബലാ ഇറങ്ങുന്നു. റസൂലുള്ളാഹി ലോകാവസാനത്തിന്റെ അടയാളം ഇതൊക്കെ. ഈ പറഞ്ഞത് മുഴുവനും, ഈ ഹദീസിൽ പറഞ്ഞത് മുഴുവനും ലോകാവസാനത്തിന്റെ അടയാളാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഇതൊക്കെ വല്ലാതെ കൂടിയില്ലേ? ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയെ വെറുപ്പിക്കുന്ന ആളുകൾ കൂടിയില്ലേ? അതേപോലെ ചങ്ങാതിമാർക്ക് വേണ്ടി ബാപ്പയെ അവഗണിക്കുന്ന ആളില്ലേ? ചങ്ങാതിമാരെ കൂടെ നടക്കുന്നതിന്റെ ഇടയിലാണ് ഉപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, മോനെ നീ ഒന്ന് വേഗം വരണം, ജുനൈദേ നീ ഒന്ന് വേഗം വരണം, ഉപ്പാക്ക് സുഖമില്ല. ചങ്ങാതിമാരെ ഇടയിൽ നിന്ന് പുരയിലെത്തിയിട്ട് ഉപ്പയെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇവന് മടി. ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ആദ്യം വിളിച്ചപ്പോ വരാന്നെല്ലാം പറഞ്ഞു, പിന്നെയും കുറെ കഴിഞ്ഞിട്ട് ഉമ്മ വിളിച്ചോണ്ടുന്നു, ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഉപ്പയെ ഇവൻ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. ആരോ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി. ഗൾഫിലുള്ള ചേട്ടന്മാര് പണം അയച്ചിട്ട് ചികിത്സിച്ചു. ഇടയിൽ 1-2 പ്രാവശ്യം പകൽ സമയത്ത് പോയി വന്നു എന്നല്ലാതെ ഉപ്പയ്ക്ക് ഖിദ്മത്ത് ചെയ്തില്ല. ഉപ്പയെ അടുത്തിരുന്നിട്ട് സമാധാനിപ്പിച്ചില്ല. ആയിടക്ക് ഉപ്പയങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. വേണ്ടത്ര ഉപ്പയെ ശ്രദ്ധിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലില്ലേ? അതേ സമയത്തോ ചങ്ങാതിമാരോടുള്ള ബന്ധത്തിന് കുറവില്ല. മാതാപിതാക്കളെയാണെങ്കിൽ വല്ലാതെ സ്നേഹിച്ചില്ല. മോനെ നിന്നെ അല്ലാഹു വിടൂല. ഹല്ല ഫീഹൽ ബലാ, അവിടെ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നു. ഖാല റസൂലുള്ളാഹി, തീർന്നില്ല. വർത്തഫഅത്തിൽ അസ്വാതു ഫിൽ മസാജിദി. തോന്നിയാസം എന്ന് പറഞ്ഞാൽ ദാ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു, എന്നിട്ട് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഒച്ചപ്പാടും ബഹളവും സൃഷ്ടിക്കുന്നു. ആഹാരം വെള്ളത്തിലാകാൻ അത് മതി, പള്ളിയിൽ ഇരുന്നാ മതി. ളുഹർ നിസ്കരിച്ചാൽ കുറെ നേരം ഇരുന്ന് ഒച്ചയിടും. അസ്ർ നിസ്കരിച്ചാലും കുറെ നേരം പള്ളിയുടെ ഉള്ളിൽ ഒച്ചപ്പാട്. മഗ്രിബ് നിസ്കരിച്ചാലും പിന്നെയും പള്ളിയുടെ ഉള്ളിൽ ഒച്ചയാണ്. പള്ളിയാണ് ഇത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. അഹബ്ബുൽ അർളി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഈ ഭൂമിയിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ് എന്ന ബോധമില്ലാതെ പള്ളിയുടെ ഉള്ളിൽ ഒച്ചപ്പാടും ബഹളവും സൃഷ്ടിക്കുന്നവർ, ജനറൽ ബോഡി പള്ളിയുടെ ഉള്ളിൽ വിളിച്ചിട്ട് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഖജാൻജിയെയും മെമ്പർമാരെയും പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഖരാബോ ചെയ്യുന്ന ആളുകൾ ഇല്ലേ? പള്ളികളുടെ ഉള്ളിൽ വെച്ചിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നവർ ഓർമ്മിക്കണേ, ഹല്ല ഫീഹൽ ബലാ, മരിച്ചിട്ട് ഖബറിലെത്തണ്ട, മഹ്ശറിൽ വെച്ച് വിചാരണ കഴിഞ്ഞ് നരകത്തിലെത്തണ്ട, ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ റബ്ബ് നൽകുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. وكان زعيم القوم يرذلهم وكان زعيم القوم يرذلهم. സമൂഹത്തിലെ ഏറ്റവും മോശക്കാരൻ ആ കൂട്ടത്തിലെ അല്ലേ? ആ കൂട്ടത്തിലുള്ള ഏറ്റവും മോശക്കാരനായ മനുഷ്യൻ ഒരു ഖൗമിന്റെ നേതാവാവുക. വകാന സഈമുൽ ഖൗമി അർദലുഹും, സമൂഹത്തിലെ ഏറ്റവും നീചനായ മനുഷ്യൻ ആ ഖൗമിലെ നേതാവാവുക. നമ്മൾ നോക്കിയട്ടെ, ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ, ചില നാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഏറ്റവും തമ്മാടിയായ ആളായിരിക്കും ആ നാട്ടിലെ നേതാവ്. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വല്ലാത്തൊരു കാലാണ്. എപ്പോഴാ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുക, എപ്പോഴാ അല്ലാഹുവിന്റെ ബലാ ഇറങ്ങുക? സൂര്യനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ, ചന്ദ്രനെ പോലെ, പൂവിനെ പോലെ, പുഴുക്കളെ പോലെ, പുഴകളെ പോലെ, ഈ ഭൂമിയിലെ മനോഹരങ്ങളായ തണ്ണീർ തടങ്ങളെ പോലെ, സമതലങ്ങളെ പോലെ, പർവ്വതങ്ങളെ പോലെ അല്ലാഹുവിന്റെ കൂടെ നമ്മളങ്ങ് നിന്നു കൊടുത്താൽ, അനുസരണശീലരായ അടിയാറുകളായി പടച്ചിറപ്പിന്റെ ഈ സൃഷ്ടിജാലങ്ങളെ പോലെ നമ്മളങ്ങ് നിന്നു കൊടുത്താൽ നമുക്ക് യാതൊരു പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളും ദുരന്തങ്ങളും നമ്മെ വേട്ടയാടില്ല.
പറയാനില്ല. നമുക്ക് ശാന്തരായിട്ട് മരിക്കുവോളം ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്ക ഭാവത്തോടെ ജീവിച്ചു പോകാം. അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, പരീക്ഷണങ്ങളില്ലാതെ, പിരിമുറുക്കങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ ജീവിച്ചു പോകാം. നമ്മുടെ ഭാഗത്ത് തകരാറ് സംഭവിക്കുമ്പോഴാണ് അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്ക് ബലാ ഇറങ്ങുക. ഇവിടെ നോക്ക്, ഒരു സമൂഹത്തിന്റെ നേതാവായിട്ടൊരു നിന്ദ്യനായ മനുഷ്യൻ വരിക. നാട്ടുകാരും അതിന്റെ ആ നിന്ദ്യനായ മനുഷ്യൻ നേതാവാകുന്ന കാര്യത്തിൽ എതിരഭിപ്രായം പറയാതിരുന്നാൽ വിടൂല്ല. ഹല്ല ഫിഹൽ ബലാ, അവിടെ അള്ളാഹുവിന്റെ ബലാ ഇറങ്ങുന്നു. സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ വഉക്രിമർ റജുലു മഖാഫത ശദ്ദിഹി. ദ്രോഹം ഭയന്നിട്ട് ഒരു മനുഷ്യൻ ആദരിക്കപ്പെടുക. ശരിക്കും ഓർമ്മിക്കണം. ഓനെ പേടിച്ചിട്ട് എല്ലാവരും ഓനെ കാണുമ്പോൾ ബഹുമാനിക്കുക. ഓനെയാണെങ്കിൽ ഉള്ളിൽ ബഹുമാനമില്ല. ഇങ്ങനെയുള്ള ആളില്ലേ, അങ്ങനെയുള്ള ആളില് നമ്മുടെ ഇടയിൽ ആക്കെല്ലാം പേടിയാണ്. ഉള്ളിൽ എന്നാലും കള്ളൻ ഇരുന്ന എണീച്ചു നിന്നില്ലെങ്കിൽ മോശല്ലേ, എന്നെ കണ്ട എണീച്ചു നിന്നൂടാ, നീ മോശ. എന്നാലും എന്നെ പരസ്യമായി ബഹുമാനിച്ചില്ലെങ്കിൽ അതും മോശ ഇല്ലേ? അള്ളാന്റെ ദുനിയാവിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടായില്ലേ? ഓന്റെ ഷർറ് പേടിച്ചിട്ട് ഓനെ ബഹുമാനിക്കേണ്ടി വരിക. എടോ, നീ ഇങ്ങനെ ഒരുത്തന്റെ തെറ്റ് നീ കണ്ടിട്ടും അവനെ നീ ബഹുമാനിക്കുന്നോ അല്ലേ? ഓൻ തമ്മാടിയാണെന്നറിഞ്ഞിട്ടും നീ അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കളഞ്ഞോ? നിന്നെ അള്ള വിടൂല്ലടാ. അവനെ മാത്രമല്ല നിന്നെയും വിടൂല്ല. ഹല്ല ഫിഹൽ ബലാ, എടാ അവിടെ അള്ളാന്റെ ബലാ ഇറങ്ങുന്നു. ഖാല റസൂലുള്ളാഹി. പോരാ ഇനിയും കേൾക്കുക. കള്ളുകുടി വർദ്ധിച്ചാൽ ആഖിറത്തിലെത്തണ്ട, കള്ളുകുടി കൂടിയാൽ ആഖിറത്തിലെത്തണ്ട. ഇവിടെ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നതാണ്. ഇവിടെ ഇറങ്ങും. കള്ളു കുടിക്കുന്നവൻ അവനെ കണ്ടിട്ട് മിണ്ടാതിരിക്കുക. ഒരു പുരയിൽ ഒരുത്തൻ കുടിയനാണ്. ഭാര്യ കുടിക്കുന്ന ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പെണ്ണുങ്ങളെ അള്ള വിടൂല്ല. മെല്ലെ പറയണം. അടിച്ചിട്ടോ നേരെയാക്കല്ല, ഓനെ കരഞ്ഞു കാല് പിടിച്ചാ നേരെയാക്കണം. കരഞ്ഞ് കാല് പിടിച്ചിട്ട് നേരെയാക്കണം. അതേപോലെ തന്നെ പട്ടുവസ്ത്രം ധരിക്കുന്ന മനുഷ്യനാണോ അവിടെയും അള്ളാന്റെ അദാബ് ഇറങ്ങുന്നതാണ്. തീർന്നില്ല. ഇനിയും നോക്ക്. നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളും പാട്ടുപകരണങ്ങളും നാട്ടിലെ വെളിവായാൽ നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങൾ, ഡാൻസ്, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അല്ലേ, ഒപ്പന, മാപ്പിള കലാന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പന ചെയ്യുന്ന പെണ്ണുങ്ങൾ കൂടിയില്ലേ? ഈ വീണയും ഗിത്താറും ഹാർമോണിയവും നമ്മുടെ ഇടയിൽ വല്ലാതെ വർദ്ധിച്ചില്ലേ? കയ്യിലുള്ള മൊബൈൽ സെറ്റ് പോലും പാട്ട് പാടുന്ന മൊബൈൽ സെറ്റായില്ലേ? പള്ളിയുടെ ഉള്ളിൽ നിന്ന് പോലും മുഴങ്ങി കേൾക്കുന്നത് ഹാർമോണിയത്തിന്റെ സംഗീത സാന്ദ്രമായ ശബ്ദമല്ലേ? എന്താ ഉണ്ടാകുക? ഹല്ല ഫിഹൽ ബലാ, അവിടെ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നു. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അലേ വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലുഹാ. സമുദായത്തിന്റെ ആദ്യത്തെ ആളുകളെ, മുൻഗാമികളെ, അവസാനത്തെ ആളുകൾ ശപിക്കുക. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. അവസാനത്തെ ആള് ആദ്യത്തെ ആളെ ശപിക്കുക. ഷാഫി ഇമാമിനെ കുറ്റം പറയുന്ന ആളുകൾ ഇല്ലേ? മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകൾ, ഗൗസുൽ ആലമിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടായില്ലേ? സ്വന്തം ഉപ്പാന്റെ ഉപ്പാനെയൊക്കെ മുശ്രിക്കാക്കുന്ന ആള് അല്ലേ നമ്മുടെ ഇടയിൽ കൂടുതലല്ലേ? മുൻഗാമികൾക്ക് ബുദ്ധിയില്ല, ഞങ്ങൾക്കാണ് ബുദ്ധി എന്ന് അഹങ്കരിക്കുന്ന ആളുകൾ കൂടിയില്ലേ? ഹല്ല ഫിഹൽ ബലാ, അവിടെ അള്ളാന്റെ അദാബ് ഇറങ്ങുന്നതാണ്. ഫല്യർതഖിബൂ ഇൻദ ദാലിക റിഹൻ ഹംറാ. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ലോകം അവസാനിക്കുമെന്നാണ്. ഇങ്ങനെയൊക്കെ ഈ ദുനിയാവിൽ സംഭവിച്ചാൽ ലോകം അവസാനിക്കുമെന്നാണ്. അതുകൊണ്ട് വാദ കേൾക്കുന്ന മോമിനീങ്ങളെ, നമ്മളൊരു കാര്യം തീരുമാനിക്കണം. നമുക്കെപ്പോഴും പടച്ച റബ്ബിന്റെ ബന്ധം ആവശ്യമാണ്, മലായികത്തിന്റെ ബന്ധം ആവശ്യമാണ്. മരിക്കുന്നത് വരെ സുഖമായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചു പോകാൻ കഴിയണം. നമ്മളെപ്പോഴും ഓർമ്മിക്കണം, നമ്മുടെ പുരയിൽ ഗ്ലാസ് അക്വേറിയം ഉണ്ടോ? അതിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ടോ?
എന്താണ് അതുകൊണ്ടുള്ള മെച്ചം? കാണുമ്പോൾ തന്നെ വല്ലാത്ത സമാധാനമാണ്. നാം നിറച്ചു വെച്ച വെള്ളത്തിലൂടെ നാം കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനം കിട്ടുന്നു. ആ മത്സ്യങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ, പ്രതിസന്ധികളില്ലല്ലോ. എന്തേ മത്സ്യങ്ങളുടെ ജീവിതം അങ്ങനെയാകാൻ കാരണം? അത് ഉസ്താദെ അങ്ങനെ നമ്മൾ പോറ്റുന്ന മീനായോണ്ട് അങ്ങനെ പറയാൻ പാടില്ല. കടലിലുള്ള മത്സ്യങ്ങളായാലും ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകളായാലും അവരുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ കാരണം അവരൊന്നും തന്നെ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നില്ല. ശാന്തരായി എപ്പോഴും അള്ളാന്റെ കൂടെ ജീവിക്കാൻ, അള്ളാന്റെ കൂടെ ജീവിക്കാൻ, ദിക്റും ദുആവുമായി അല്ലേ, തസ്ബീഹുമായിട്ട് അള്ളാന്റെ കൂടെ ജീവിക്കാൻ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല. അതേ രീതിയിൽ ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ ഉസ്താദ് വെറുതെ പറയാണ്, എന്നാലും മനുഷ്യനല്ലേ തെറ്റ് ചെയ്തു പോകൂലേ എന്ന് പറയും. തെറ്റ് ചെയ്തു പോയാൽ പണിയുണ്ടല്ലോ. ഓരോ ദിവസവും ആ ചെയ്തു പോകുന്ന തെറ്റുകൾക്കനുസരിച്ച് ചെയ്തു പോകുന്ന തെറ്റുകൾക്കനുസരിച്ച് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് ആ തെറ്റിനെ മായ്ച്ചു കളയാലോ. ചെറുദോഷങ്ങളാണെങ്കിൽ നല്ല കാര്യം ചെയ്താൽ മതി. ചെറുദോഷാണെങ്കിൽ ഇപ്പൊ നോക്ക്, എന്തോ ചെറുദോഷം ചെയ്തു പോയി എന്നാ ഈ 2 റക്അത്ത് കുറെ സുന്നത്ത് നിസ്കരിച്ചു, കുറെ നേരം ഇരുന്നിട്ട് ദിക്റ് ചൊല്ലി, ആ ചെറുദോഷം മാഞ്ഞു പോവും. വൻദോഷ ചെയ്തു പോയത് എന്താ വേണ്ടത്? പടച്ച റബ്ബിനോടൊന്ന് തൗബ ചെയ്താൽ പോരെ. ഇനി ഞാൻ ചെയ്യൂല പടച്ചോനെ, ഇതോടെ ഞാൻ നിർത്തി, മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയൽ. പിന്നെ അള്ളാഹു അല്ലെ, റബ്ബ് പുറത്തില്ലേ? നിങ്ങൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ഖേദിച്ചു മടങ്ങണേ. പരിഹാരമില്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ ഇസ്ലാമിൽ? എല്ലാറ്റിനും പരിഹാരല്ലേ? എന്നിട്ട് പിന്നെ എങ്ങനെ അങ്ങ് പോവുക? ഒരു നിർബന്ധ ബുദ്ധി, ഒരു ഷാഠ്യം, പരമാവധി ഞാൻ തെറ്റ് ചെയ്യൂല, ഞാൻ ലോൺ എടുത്തിട്ട് വണ്ടി വാങ്ങൂല, ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ജീവിക്കൂല, ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയിട്ട് പണയപ്പെടുത്തിയിട്ട് ഞാൻ ആളാകൂല. ഇങ്ങനെയൊക്കെ ഒരു നിർബന്ധ ബുദ്ധി, ഒരു വാശി, റബ്ബ് സഹായിക്കാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടാകുമ്പോണ്ടല്ലോ അള്ളാഹ് നമ്മളെ സഹായിക്കും. റബ്ബ് നമ്മളെ സഹായിക്കും. ഒരു ബാങ്കുമായുള്ള ബന്ധമില്ലാത്ത ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം റബ്ബ് തആല അങ്ങ് നൽകും. പിന്നെ നമ്മളൊരു ഇസ്ലാമികമായ ജീവിതം ഇൻഷാ അല്ലാഹ് സാധ്യമാകും. ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിക്കലുണ്ട്, പറയലുണ്ട്, ഒരു മുസ്ലിമായിട്ടൊക്കെ ജീവിക്കാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ കേൾക്കലില്ലേ അങ്ങനെ ഒരു വർത്താനം? ഒരു പൂർണ്ണ മുസ്ലിമായിട്ടൊക്കെ ജീവിക്കാൻ ഈ കാലത്ത് ബുദ്ധിമുട്ടാണ്. ഒരു മുസ്ലിം അങ്ങനെ പറയരുത്. പലപ്പോഴും അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഇസ്ലാം എന്ന് പുറത്തായി പോകും. കാരണം എന്നറിയോ, ഏത് കാലത്തും ജീവിച്ചു പോകാവുന്ന ഒരു മതമാണ് ഇസ്ലാം. ഏത് കാലത്തും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏത് കാലത്തും ജീവിക്കാം. ചില കാലത്ത് അല്പം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് അറിയാം? ഇപ്പൊ നോക്ക്, നമ്മൾ തലയെ തൊപ്പിയിടുമ്പോ, നമ്മൾ താടി വെക്കുമ്പോ, നമ്മുടെ സഹോദരിമാര് പർദ്ദ ധരിക്കുമ്പോ അത് കാണുമ്പോ ആക്ഷേപിക്കും ചില ആളുകള്. ഒരു മൊല്ല തൊപ്പിയിട്ടോൻ, പൊത്തിയില്ലാത്തോൻ അല്ലേ? ഇപ്പൊ നോക്ക്, സിനിമയിലും സീരിയലിലൊക്കെ തൊപ്പിയും താടിയും ഇറച്ചി വെട്ടുകാരന്റെ വേഷാണ്. അലവി ഇറച്ചി വെട്ടുകാരൻ, അരപ്പട്ടെ, ഒരു ബനിയനും ഒരു കള്ളിമുണ്ടും ഒരു താടിയും അല്ലേ, നെറ്റിക്കൊരു തഴമ്പും, അലവിയാക്ക ഇറച്ചി വെട്ടുകാരൻ. ഞാൻ പറഞ്ഞോട്ടെ, ഇത് നമ്മളെ ഒന്ന് അവഹേളിക്കാൻ നമ്മുടെ ശത്രുക്കൾ കൊണ്ടുവരുന്ന ഒരു വേഷാണ്. അതേപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയയിൽ മയക്കുമരുന്നിന്റെ കാരിയറായി മയക്കുമരുന്ന് കടത്തുന്ന ആളുകളായി പിടികൂടപ്പെടുന്ന സഫിയ, ആയിഷ, പർദ്ദ, വ്യഭിചാര വേശ്യാവൃത്തിയുടെയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ അവിഹിത ഇടപാടുകളുടെയോ ഒരു ബ്രാൻഡ് വേഷം അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റാൻ. അത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെറുപ്പ് തോന്നുക, തൊപ്പിയോട് വെറുപ്പ് തോന്നുക, താടിയോട് വെറുപ്പ് തോന്നുക. മനസ്സിലാക്കണേ, നീ ഫോക്കസ് ചെയ്യേണ്ടത് മനുഷ്യരെയല്ല, നീ ഫോക്കസ് ചെയ്യേണ്ടത് റഹ്മുർ റഹീമീനായ റബ്ബിനെയാണ്. നീ നീ ഫോളോ ചെയ്യേണ്ടത് അല്ലാഹുവിനെയാണ്, മനുഷ്യരെയല്ല. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ഞാൻ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് നിന്നെ പ്രതിസ്ഥാനത്തിരുന്ന് നിരീക്ഷിക്കുന്നു. അല്ലാഹ് നമ്മൾ എങ്ങനെ നോക്കാൻ? അതുകൊണ്ട് എന്താ വേണമെന്നറിയോ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത്
തൊപ്പിയോടും താടിയോടൊക്കെ വെറുപ്പുള്ള മനുഷ്യന്മാരുണ്ടാവും. അത് കണ്ടിട്ട് നമുക്ക് തൊപ്പിയോട് താടിയോട് ചെറിയ വെറുപ്പ് വന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, മനുഷ്യന്മാര് കാണാൻ വേണ്ടിയല്ല ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് അർഹമുർറാഹിമീനായ അള്ളാന്റെ പൊരുത്തം കിട്ടാനാണ്. എപ്പോഴും ഓർമ്മിക്കണം, എന്തിനാണ് ഞാൻ തൊപ്പി അണിയുന്നത്? എൻ്റെ ഭാര്യയുടെ പൊരുത്തം കിട്ടാനല്ല, എൻ്റെ മക്കളുടെ പൊരുത്തം കിട്ടാനല്ല, ജനങ്ങളുടെ ഇടയിൽ ഞാനൊരു മാന്യനായിട്ട് ജനങ്ങൾ എന്നെ ചിത്രീകരിക്കാനല്ല. പിന്നെന്തിനാ തൊപ്പി? അള്ളാന്റെ പൊരുത്തം കിട്ടാനാണ്. യർജൂന അമലിന്റെ അമല് ചെയ്യുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, യർജൂന റഹ്മത്തല്ലാഹ്. എന്തിനാ അമല് ചെയ്യുന്നത്? യർജൂന റഹ്മത്തല്ലാഹ്, പടച്ച റബ്ബിന്റെ റഹ്മത്ത് ആഗ്രഹിച്ചിട്ടാണ് ഓരോ അമലും. നിസ്കാരമായാലും നോമ്പായാലും തൊപ്പിയിടലായാലും സ്ത്രീകളെ നിങ്ങൾ പർദ്ദണിയലായാലും അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് അമല് ചെയ്യുക. അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട് ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് ഇവിടെ ജീവിക്കുക. ഇങ്ങനെയൊരു തീരുമാനം കൽബിലുണ്ടായാലുണ്ടല്ലോ, എന്തുണ്ടാകാന്നറിയോ? അള്ളാഹ് നേരിട്ട് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. ഏത് കാലത്തും 2013 അല്ല 2050. ഇപ്പോ ഒരു 15 വയസ്സുള്ള കുട്ടികൾ എന്റെ വാദ കേൾക്കുന്നുണ്ടാകൂലേ? ഇങ്ങോട്ട് 15 വയസ്സുള്ള കുട്ടികൾ ഏകദേശം ഒരു 35 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് അന്ന് എത്രയാ വയസ്സ്? ഒരു 50 വയസ്സാകുമ്പോ കിച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി അന്ന് ഉണ്ടാകുമോ? പറയാൻ കഴിയില്ല. ഈ ചുറുചുറുക്കോടെ ഈ ഊർജ്ജസ്വലതയോടെ അന്ന് അബ്ദുൽ ഗഫൂർ വാദ പറയുമോ? പറയാൻ കഴിയില്ല. ദുനിയാവിൽ എത്രയാ ജീവിക്കുന്ന പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് ലോകം ഒരുപാട് മാറും. ഇപ്പോൾ തന്നെ സ്മാർട്ട് ഫോണും ഐഫോണും ഐപാഡും ഒക്കെ വന്നില്ലേ? ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് മാറും. മനുഷ്യന്റെ ബ്രെയിനിന്റെ ചലനങ്ങളെ, മനുഷ്യന്റെ മനോവികാരങ്ങളെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള റോബോട്ടുകൾ പോലും, യന്ത്ര മനുഷ്യൻ പോലും വികസിച്ചു വരുന്ന ഒരു കാലല്ലേ? ഇനിയും ധാരാളം സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മാറ്റങ്ങൾ വരും, നൂതനങ്ങളായ കണ്ടുപിടുത്തങ്ങൾ വരും. അന്നും നീ ഓർമ്മിക്കുക, നീ ഒരു നല്ല മുസ്ലിമായാൽ എന്താണ്ടാകുക? അർഹമുർറാഹിമീനായ അല്ലാഹു തആല നീ നല്ല മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ വിളിക്കും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാനാ. നമ്മളെയൊക്കെ അല്ലാഹു ഈ രീതിയിൽ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആമീൻ പറയാനും ആളില്ലേ? നമ്മളെ ഈ രീതിയിൽ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എങ്ങനെയെന്നറിയാം? നമ്മൾ നന്നായാൽ, ഈ വായന കേട്ടു, നന്നായി, ദോഷങ്ങൾ ഉപേക്ഷിച്ചു, അള്ളാഹുവിലേക്ക് അങ്ങ് മടങ്ങാൻ തീരുമാനിച്ചു, അല്ലാഹു തആല വിളിക്കും, യാ ജിബ്രീൽ, ജിബ്രീലേ ഇന്നി ഉഹിബ്ബു ഫുലാനാ. ഇന്ന നാട്ടിലെ ഇന്ന മനുഷ്യനെ, ഇന്ന പെണ്ണിനെ, ഇന്ന ആണിനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു ജിബ്രീലേ. ഫഅഹ്ബിബുഹു, നീയും അയാളെ സ്നേഹിക്കുക. നമ്മൾ നന്നായി വരുമ്പോ അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, നീ ആ മൈന പീസിലെ ഹോസ്തുർഗ് ബീച്ചിലെ ഇന്ന മനുഷ്യനെ നീ സ്നേഹിക്കുക. ജിബ്രീൽ സ്നേഹിക്കും. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും, അല്ലാഹുവും ജിബ്രീലും സ്നേഹിച്ചു കഴിയലോടെ ജീവിതത്തിന് മാറ്റം വരും. നോക്കണം, നമ്മുടെ ഉറക്കവും ഉണർച്ചയും ഒരു ആദ്യ രാത്രിയുടെ മാധുര്യം നുണയുന്ന മണവാളനില്ലേ? ആദ്യ രാത്രിയുടെ മാധുര്യം നൊട്ടി നുണയുന്ന മണവാട്ടി പെണ്ണില്ലേ? അവളെ രാവുകൾക്കും പകലുകൾക്കും വല്ലാത്തൊരു സുഖമല്ലേ? മധുര മനോഹര മനോജ്ഞരാവെന്ന് മലയാള സാഹിത്യത്തിലെ ആദ്യ രാത്രിയെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ? നിങ്ങളും അയാളെ സ്നേഹിക്കണേ. വാനലോകത്തെ മുഴുവൻ മലായികത്തും അയാളെ സ്നേഹിക്കുന്നു. തീർന്നില്ല. ثم يوضع له القبول في الأرض. പിന്നെ ഭൂമിയിലുള്ള എല്ലാവർക്കും അയാളോട് സ്വീകാര്യത. 2050 അല്ല, 2100, 2200 കാലം എത്ര പുരോഗമിച്ചാലും ആ കാലത്തൊരു മുസ്ലിം ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുമോ? ഹറാമിനെ ഉപേക്ഷിച്ച് ജീവിക്കുമോ? വികാര തള്ളിച്ചയിൽ ലൈംഗികമായ അവിഹിത മാർഗങ്ങളിലേക്ക് വഴിമാറിപ്പോകാതെ, സാമ്പത്തികമായ അത്യാർത്തിട്ട് പലിശയിലേക്ക് വഴിമാറിപ്പോകാതെ, തോന്നിവാസങ്ങളിലേക്ക് വഴിമാറി
വഴിമാറിപ്പോകാതെ, പിശാചിന്റെ കുതന്ത്രങ്ങളുടെ വലയിൽ കുടുങ്ങിപ്പോകാതെ, പടച്ചിറപ്പിന്റെ റൂട്ടിലൂടെ സുതാര്യമായ ഇസ്ലാമിന്റെ പാതയിലൂടെ മരിക്കുന്നത് വരെ നമ്മളങ്ങ് നടന്നാൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ നിന്റെ കൂടെയാണ്, മികായിൽ നിന്റെ കൂടെയാ, ഇസ്രാഫീൽ നിന്റെ കൂടെയാണ്, അസ്രായീൽ നിന്റെ കൂടെയാണ്, എല്ലാ മലായികത്തും നിന്റെ ഇഷ്ടത്തോടരാണ്. പണ്ട് ഓർമ്മയില്ലേ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി, തമിഴ്നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്ന സമയത്ത് മീകായിൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നില്ലേ? ചരിത്രത്തിൽ അങ്ങനെ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇതൊന്നും അത്ഭുതമല്ല. നമ്മൾ സമ്പൂർണമായ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ തയ്യാറായാൽ കണ്ടില്ലെങ്കിൽ എന്താ, മലായികത്തിനെ കണ്ടില്ലെങ്കിൽ എന്താ, മലായികത്ത് നമ്മുടെ ഇഷ്ടത്തോടരായിട്ട് കൂടെ നിൽക്കുന്നു. സ്വർഗീയമായ ജീവിതം സാധ്യമാകുന്നു. രാജകീയമായ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തൊരു മാന്യത എന്ന് പറഞ്ഞാൽ മുസ്ലിമിനാണ്. മറന്നു പോകരുത്. ഏത് കാലത്തും തൊപ്പിയെയും താടിയെയും എത്ര പ്രത്യക്ഷത്തിൽ വെറുത്താലും ഉള്ളുകൊണ്ട് തൊപ്പിയെയും താടിയെയും ഇസ്ലാമിന്റെ ശത്രുക്കൾ പേടിക്കും. കാരണം എന്താ? ഇത് അല്ലാഹു തആല പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. റസൂലുള്ളാഹി ഒറ്റക്ക് ചെയ്ത താടിയല്ലത്, അത് പടച്ചറപ്പിന്റെ കൽപ്പന കൊണ്ട് അല്ലേ? റസൂലുള്ളാഹിന്റെ ചോയ്സ് ആണോ അത്? അത് റസൂലുള്ളാഹിന്റെ ചോയ്സ് അല്ല, താടി അല്ലാഹുവിന്റെ ചോയ്സാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പഠിപ്പിച്ച സുന്നത്താണ്. വളർത്തിയവന്റെ താടി രോമങ്ങൾ അവന് പൊറുക്കലിന് തേടുന്നല്ലേ? ഇത് കാണുന്ന ഇവിടത്തെ എല്ലാ മുസ്ലിമീങ്ങളും മനസ്സുകൊണ്ട് പ്രത്യക്ഷത്തിൽ അവർ നമ്മളെ അവഹേളിച്ചാലും, എന്റെ സ്ത്രീകളെ നിങ്ങൾ അണിയുന്ന പർദ്ദ അത് നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ധരിക്കുകയാണെങ്കിൽ ആ പർദ്ദയെ ഒരൊറ്റ മുസ്ലിമും ഒരൊറ്റ ഇസ്ലാമിന്റെ ശത്രുവും തള്ളിപ്പറയില്ല. കാരണം വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അല്ലാഹുവിനും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുമാണ് ഈ ലോകത്ത് ഇസ്സത്ത്. ഈ താടി ഇസ്സത്താണ്. താടി ഇസ്സത്താണ്, തൊപ്പി ഇസ്സത്താണ്, പർദ്ദ ഇസ്സത്താണ്, തസ്ബീഹ് മാല ഇഖ്ലാസോടെയാണെങ്കിൽ പറ്റിക്കണം എന്ന് ചോദിച്ചിട്ടല്ല, തസ്ബീഹ് മാല ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ മാന്യതയാണ്. ഇൻഷാ അല്ലാഹ് ഇസ്ലാമിന്റെ എല്ലാ ശിആറുകളെയും എല്ലാ ചിഹ്നങ്ങളെയും അങ്ങനെ കാണണം. വാദിന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം, ഇനി ഞാൻ എന്റെ ധാർമ്മികതയിൽ നിന്ന്, ഇസ്ലാം വരച്ച ധാർമ്മികതയിൽ നിന്ന് പിന്തിരിയില്ല. എന്തെങ്കിലും ഓരോ ദിവസം പറ്റിപ്പോയാലോ അന്ന് ഞാൻ അള്ളാഹിനോട് കരഞ്ഞിട്ട് ആ ദോഷങ്ങളെ ഞാൻ പൊരുത്തപ്പെണീക്കും. സ്ഥിരമായിട്ട് ഒറ്റ വീക്ക്നെസ്സിനെയും ഞാൻ കൊണ്ടു നടക്കില്ല. ചില ആളുണ്ട് പണ്ടേ ആളെ തമാശയാക്കുന്ന ആളാണ്, ഇപ്പോഴും അതങ്ങനെ കൊണ്ടെടുക്കുകയാണ്. ഒരു കാര്യം ഓർമ്മിച്ചേക്കണം, ഇത് കാണുന്ന ഒരു റബ്ബുണ്ട്. ചിലപ്പോൾ പിന്നെ വേഗം മരിപ്പിച്ചിട്ട് ആളെ തമാശയാക്കി അങ്ങനെയുണ്ട്. ചില ആള് കണ്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ആളെ നമുക്ക് കുറവാക്കാണ്ട് എനിക്ക് ആവൂല. ഇവിടെ റബ്ബ് 2-3 രീതി സ്വീകരിക്കും. ഒന്നുകിൽ ഈ ദോഷിയെ പെട്ടെന്നങ്ങ് മരിപ്പിച്ചോളയും. എന്തിനറിയോ? എന്നാ അതുവരെയുള്ള ദോഷല്ലേ എനിക്ക് ശിക്ഷ വേണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ? അല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? ഇവിടെ തന്നെ ശിക്ഷ കൊടുക്കും. 2 അള്ളാഹു കാക്കട്ടെ, അമീൻ പറയും. അതുമല്ലെങ്കിൽ കുറെ കാലം ജീവിപ്പിച്ചിട്ട് ആഖിറത്തിൽ പിടിക്കും. പടച്ച റബ്ബ് 3 രീതിയിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. പലിശയുമായി സ്ഥിരമായി ബന്ധപ്പെട്ടൊരു സുഹൃത്ത്, ഇങ്ങോട്ട് എന്റെ അനുഭവം പറയാം. കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെയാണ് അനുഭവം, അമേരിക്കയിലല്ല. എത്ര പറഞ്ഞിട്ടും അവൻ ആ വഴിയിൽ നിന്നകന്നില്ല. അവസാനം അവൻ പെട്ടെന്ന് മരിച്ചുപോയി. ചെറുപ്പക്കാരനാണ്. നാട് മുഴുവൻ സങ്കടത്തിലായി. നാടത്തില് നോക്കണം, നിസ്കാരമുണ്ട്, പലിശയുണ്ട്. അള്ളാഹ് വിചാരിച്ചു ഇനി റബ്ബ് വിചാരിക്കാലോ. ഇത് ഹദീസിലും തസവുഫിന്റെ കിതാബിലൊക്കെ വിഷയം കാണാം. ദോഷിയോട് കാണിക്കുന്ന അള്ളാന്റെ സമീപനം 3 രീതിയാണ്. ഒന്നുകിൽ പെട്ടെന്ന് മരിപ്പിച്ചോളയും, അതുവരെയുള്ള ശിക്ഷയല്ലേ വേണ്ടു. അല്ലെങ്കിലോ ഫിർഔനെയും അബൂജഹലിനെയും ഒക്കെ ജീവിപ്പിച്ചതുപോലെ അവര് മുശ്രിക്കീങ്ങളാണ്. എന്നാ അതേ കൂട്ടത്തിൽ ഇസ്ലാമുള്ള ഫാസിഖീങ്ങൾ, തമ്മാടികളെ അല്ലാഹു തആല ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, അടിമക്ക് അല്ലാഹു തആല ശർറ ഉദ്ദേശിക്കുന്നെങ്കിൽ മരിപ്പിക്കൂല. ദീർഘകാലം ഏകദേശം 85-90 വയസ്സ് വരെ കുരുത്തക്കേട് തോന്നിയാസം കളിപ്പിച്ച് മരിച്ചതിന് ശേഷം ആഖിറത്തിൽ പിടിക്കും.
ഞാനൊന്ന് പറഞ്ഞോട്ടെ, 3 രീതിയായാലും സങ്കടാണ്. 90 വയസ്സ് വരെ ഇവിടെ ജീവിക്കുക, ഉള്ള തോന്നിയാസം തേച്ചും ചെയ്യാനുള്ള അവസരം അല്ല തരിക, എന്നിട്ട് മരിപ്പിക്കുക. മരിച്ച അന്തരിക്ക അവസ്ഥ, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. സഹിക്കാൻ കഴിയാത്ത വേദനാജനകമായ ശിക്ഷ ആഖിറത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. സഹിക്കാൻ കഴിയോ? എന്റെ ചെറുപ്പക്കാരെ, സഹിക്കാൻ കഴിയോ? ചില കുട്ടികളെല്ലാം പറയലുണ്ട്, എനിക്ക് ആ അന്തമായിനെ പോലെ, എനിക്ക് ആ മമ്മുഞ്ഞിനെ പോലെ, എനിക്ക് ആ ഉക്കൂനെ പോലെ ജീവിക്കണമായിരുന്നു. എന്താ? പരമാവധി കുരുത്തക്കേട് കളിച്ച് കുറേ കാലം ജീവിച്ച് എന്നിട്ട് മരിക്കുക. മോനെ, ഞാൻ പറയട്ടെ, അത് വലിയ ഗതികേടാണ്. അവര് അനുഭവിക്കുന്നത് ഇപ്പൊ ആഖിറത്തിലാണ്. ആഖിറത്തിലെ അദാബിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പല അദാബുൽ ആഖിറത്തി അശദ്ദു. ആഖിറത്തിലെ അദാബ് കഠോരാണ്. ദുനിയാവിലെ അദാബ് പോലെയാകൂലത്. അവിടെ ഒറ്റക്ക് സഹിക്കണം. അല്ലാന്റെ അദാബ് സഹിക്കാൻ കഴിയില്ല. പടച്ചുറപ്പ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ.